ഞാൻ റഞ്ജി കുര്യാക്കോസ്. ഞാൻ ജനിച്ചത് കോട്ടയം നഗരത്തിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലാണ്, പൂതിരിക്കൽ എന്ന് പറയും. കോട്ടയത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന പോലെ അക്ഷരനഗരിയാണല്ലോ കോട്ടയം. കോട്ടയത്താണ് പ്രധാനപ്പെട്ട പത്രങ്ങൾ മനോരമ, ദീപിക, മംഗളം, ഒരുപാട് പ്രസിദ്ധീകരണങ്ങളും DC ബുക്സ് പോലെയുള്ള പ്രസിദ്ധീകരണശാലകളുമുള്ള കോട്ടയം അക്ഷരനഗരിയിൽ കോട്ടയംകാരെന്നുള്ള എന്ന നിലയിൽ തീർച്ചയായിട്ടും പഠിക്കുന്ന കാലത്ത് കോട്ടയം ബസേലിയസ് കോളേജിലായിരുന്നു പഠനം. ആ കാലഘട്ടത്തിൽ ഞാൻ കഥകളും ലേഖനങ്ങളും ഒക്കെ എഴുതുമായിരുന്നു. കാർട്ടൂണുകൾ ധാരാളമായിട്ട് വരയ്ക്കുമായിരുന്നു. കാർട്ടൂണുകൾ വരച്ച് വ്യാപകമായിട്ട് അന്ന് മനോരമ വീക്കിലി ടോംസ് ആണ് കാർട്ടൂണിൻ്റെ എഡിറ്റർ. അപ്പോൾ കാർട്ടൂണുകൾ വരച്ച് ടോംസിനെ കാണാൻ പോകും, ടോം സാറിനെ കാണാൻ പോകും. അദ്ദേഹം ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് നല്ലത് നോക്കി ടോം സാർ എടുക്കും. അത് കഴിഞ്ഞ് നേരെ ദീപികയിൽ പോകും. ദീപികയിൽ പോയി കഴിഞ്ഞാൽ തേക്കിൻകോട് ജോസഫ് സാറാണ് അവിടെ എഡിറ്റർ. അദ്ദേഹം അതിൽ നിന്ന് കുറച്ച് കാർട്ടൂണുകൾ എടുക്കും. അങ്ങനെ പഠിക്കുന്ന കാലത്ത് ഓരോ പത്രസ്ഥാപനങ്ങൾ കയറി ഇറങ്ങി ഈ കാർട്ടൂണുകൾ കൊടുത്ത് ആണ് ഞാൻ പഠിച്ച് വളർന്നത്. അപ്പം അക്കൂട്ടത്തിൽ തന്നെ കഥകളും എഴുതിയിട്ടുണ്ട്. മനോരമ വാരികയിലെന്ന് KM തരകൻ സാറ് എഡിറ്ററായിരിക്കുന്ന കാലമാണ്. പിന്നീട് പത്മൻ സാറ് എഡിറ്ററായപ്പോഴും ധാരാളം കഥകൾ മനോരമ വാരികയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ സിനിമ സംബന്ധിച്ച ലേഖനങ്ങൾ മംഗളം വാരികയിൽ എഴുതിക്കൊണ്ടാണ് തുടക്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്രപ്രവർത്തകനാകാനുള്ള ഒരു താല്പര്യം ഈ കോട്ടയംകാരൻ എന്ന നിലയിൽ ആദ്യകാലത്ത് മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പത്രപ്രവർത്തനത്തിൽ ഈ ട്രാൻസ്ലേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നുള്ളതിനാൽ ഇംഗ്ലീഷാണ് ഞാൻ പഠിച്ചത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കൊച്ചിയിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ പാസ്സായി. അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് പോരാ എന്ന് കരുതി പിന്നീട് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ചേർന്നു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ പഠന കാലഘട്ടമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഒരു പ്രത്യേക അന്നത്തെ കാലത്ത് 38 കൊല്ലം മുമ്പ് ഓട്ടോണമസ് കോളേജായിരുന്നു. ഒരു ഓട്ടോണമസ് കോളേജിൻ്റെ അന്തരീക്ഷത്തിൽ പ്രത്യേക ഒരു ക്യാമ്പസ്, വിശാലമായ 500 ഏക്കർ ക്യാമ്പസിലേക്ക് നമ്മൾ പഠിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ പഠനമാണ്. അവിടെ വെച്ചാണ് മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്, ഫോട്ടോ ജേർണലിസം കൂടുതലായിട്ട് പഠിക്കുന്നതൊക്കെ ഈ ക്രിസ്ത്യൻ കോളേജിലെ പഠനകാലത്താണ്. അവിടുന്ന് ശരിക്കും എൻ്റെ ഈ ക്രിസ്ത്യൻ കോളേജിലെ കോഴ്സിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് അക്കാലഘട്ടത്തിലാണ് മംഗളം പത്രം തുടങ്ങുന്നത്. മംഗളം പത്രത്തിൻ്റെ എഡിറ്റോറിയലിലേക്ക് കുറേ ആളുകളെ എടുക്കാൻ ജോയ് തിരുമലപുരം സാറാണ് അന്ന് മംഗളം പത്രത്തിൻ്റെ എഡിറ്റർ. അദ്ദേഹം ആളുകളെ എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ കുറച്ച് പേരെ, ഞങ്ങൾ 28-30 പേരെയാണ് ട്രെയിനികളായിട്ട് എടുത്തത്. ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞ് വന്ന പുതിയ ആളുകളാണ് എല്ലാവരും. അവരെ എല്ലാവരും എടുത്തുകൊണ്ടാണ് ഈ മംഗളത്തിൻ്റെ ഒരു ട്രയൽ റൺ 3 മാസം നടത്തിയത്, ജോയി സാറ് നടത്തുന്നത്. അപ്പോൾ ശരിക്കും കോളേജിൽ പഠിപ്പിച്ച അധ്യാപകർ കഴിഞ്ഞാൽ എൻ്റെ പത്രപ്രവർത്തനത്തിലെ ആദ്യ ഗുരു ജോയി തിരുമലപുരം സാറാണ്. അദ്ദേഹമാണ് പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത്. കോളേജിൽ തിയറിയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ എത്ര പ്രയോജനമുണ്ടെന്ന് സംശയമാണ്. തിയറി ഒന്നും നമുക്ക് പ്രയോജനപ്പെടുകയില്ല. പക്ഷേ പ്രാക്ടിക്കൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പേജ് ചെയ്യുക, ഇന്നത്തെ കാലത്തെ പോലെ കമ്പ്യൂട്ടറിലല്ല, ഡമ്മി വരച്ച് നമ്മൾ പേജിൽ വലിയ ഷീറ്റിലെ ആർട്ടിസ്റ്റുകൾ ഈ വാർത്തകളുടെ ബ്രോമൈഡ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒട്ടിച്ചാണ് പേജുകൾ റെഡിയാക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് പേജ് ചെയ്യാൻ ലേഔട്ടിൻ്റെ വലിയ ആചാര്യനായിരുന്നു തിരുമലപുരം സാറ്, ജോയ് സാറ്. ജോയ് സാറിൻ്റെ കീഴിലെ ലേഔട്ട് ഗംഭീരമായിട്ട് പഠിക്കാൻ സാധിച്ചു. കാരണം കോളേജിൽ പഠിച്ച പോലെ അല്ല നമ്മൾ പ്രാക്ടിക്കൽ ജീവിതത്തിൽ. അങ്ങനെ സാറ് 2 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 പേർക്കൊപ്പം ഞങ്ങൾ 2 ട്രെയിനികളായിട്ടുള്ളവരെയും ഡെസ്റ്റീഫം എന്ന് പറഞ്ഞാൽ ഒന്നാം പേജ് ചെയ്യുന്ന ആളുകളാണ്, ഡെസ്റ്റീഫുമാരായിട്ട് ഇരുത്തിക്കൊണ്ട് പരീക്ഷണം അദ്ദേഹം നടത്തി. അദ്ദേഹം അങ്ങനെ മംഗളത്തിൽ എൻ്റെ ജീവിതത്തിലെ പരീക്ഷണ കാലഘട്ടം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിക്കാൻ, പുതിയ പത്രമാണ്, പുതിയ പത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിക്കാനായിട്ട് ഈ മംഗളം പത്രത്തിൽ ജോയ് സാർ ഒരുപാട് സഹായിച്ചു എന്ന് മാത്രമല്ല, നമ്മളിപ്പം അന്നത്തെ കാലത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു, ജോയ് സാർ വളരെ വിപ്ലവാത്മകമായി ചിന്തിച്ചിരുന്ന ഒരു എഡിറ്ററായിരുന്നു. ഞങ്ങൾ ട്രയൽ റൺ നടത്തുന്ന സമയത്താണ് ജോർജ് ബുഷിൻ്റെ വിജയം. അപ്പോൾ അദ്ദേഹം അതിനകത്ത് ഇട്ട തലക്കെട്ട് ബെലെ ബേഷ് ബുഷ് എന്നാണ്. ഇപ്പോൾ പല പത്രങ്ങളിലും അങ്ങനത്തെ തലക്കെട്ടുകൾ വരുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷം ഈ അത്തരം തലക്കെട്ടുകൾ മറ്റു പത്രങ്ങളൊക്കെ എടുത്തു. പക്ഷെ അങ്ങനെ ഒരു തലക്കെട്ടിട്ടപ്പോൾ ഞങ്ങളൊക്കെ സാറിനോട് പറഞ്ഞു, സാറേ ഇതെന്ത് തലക്കെട്ടാണ്,
എന്ന് പറഞ്ഞു. പക്ഷേ സാർ അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് എങ്ങനെ ഭാവിയിൽ എങ്ങനെ ഈ ഇവിടുത്തെ പത്രപ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്ന് വിഭാവനം ചേരുന്ന ഒരു വലിയ ആചാര്യനായിരുന്നു. ഈ പത്രപ്രവർത്തനത്തിൻ്റെ ആചാര്യനായിരുന്നു ജോയി തിരുവനന്തപുരം സാറ്. അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഭവമാണ്. അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 വർഷം, എനിക്ക് 1988 മംഗളത്തിൽ ഞാൻ ജോയിൻ ചെയ്യുകയും അവിടെ 2 വർഷത്തോളം അവിടെ ജോലി ചെയ്ത ശേഷം 1990 മനോരമയിലെത്തി. മലയാള മനോരമയിൽ ട്രെയിനി ആയിട്ടാണ് വരുന്നത്. മനോരമയിൽ എൻ്റെ ഗുരു എന്ന് പറയാവുന്ന TKG നായർ സാറാണ്. TKG നായർ സാർ ഇതുപോലെ തന്നെ ജോയി സാറ് പഠിപ്പിച്ചത് വേറെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചെങ്കിൽ TKG സാറിൻ്റെ ഭാഗത്തു നിന്നാണ് ബാക്കി കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ 2 ഗുരുക്കന്മാരാണ് എനിക്ക് പ്രായോഗികമായിട്ടുള്ള പത്രപ്രവർത്തന രംഗത്തുള്ളത്. അതിനുശേഷം പല സ്ഥലങ്ങളിൽ കോട്ടയത്തായിരുന്നു. മംഗളത്തിൻ്റെ കോട്ടയത്ത് മെയിൻ ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. മനോരമ വന്നിട്ട് മനോരമയുടെ കോട്ടയം എഡിറ്റോറിയൽ ജോലി ചെയ്തു. പിന്നെ തൃശ്ശൂർ, കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം. അതിൽ കൂടുതൽ വർഷവും 34 വർഷം, മൊത്തം 36 വർഷമാണ് ഈ സജീവ പത്രപ്രവർത്തന രംഗത്ത് ഞാൻ ഉണ്ടായിരുന്നത്. അതിൽ 34 വർഷവും തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്തത്. ട്രിവാൻഡ്രത്ത് വന്ന് ഒരു പൂർണ്ണമായിട്ടും തിരുവനന്തപുരത്ത് 1990 ശരിക്കും ഞാനന്ന് ജൂനിയർ റിപ്പോർട്ടറാണ്. ഇവിടെ വളരെ പുലികളായിട്ടുള്ള വലിയ സീനിയർ ആയിട്ടുള്ള റിപ്പോർട്ടർമാരുടെ ഇടയിൽ തിരുവനന്തപുരം ബ്യൂറോയിൽ ജൂനിയർ റിപ്പോർട്ടറായിട്ട് എത്തി. അപ്പോൾ ആദ്യകാലത്ത് സമരം റിപ്പോർട്ട് ചെയ്യുന്ന പണിയാണ് നമുക്ക് ഈ ജൂനിയേഴ്സിനുള്ളത്. അപ്പം അന്ന് K. കരുണാകരൻ ഭരിക്കുന്ന കാലം, എന്നും സമരമുണ്ട്. അപ്പം സമരത്തിന് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെന്ന് നിൽക്കും. അപ്പോൾ ഇന്നത്തെ വളരെ സീനിയർ ആയിട്ടുള്ള ഇപ്പോഴത്തെ പല സീനിയർ പത്രപ്രവർത്തകരും അന്ന് എൻ്റെ കൂടെ അവിടെ സമരം റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അവരും ജൂനിയേഴ്സാണ്. അപ്പോൾ എങ്ങനെ ഇരിക്കുക, മിക്കവാറും മിക്ക സമരങ്ങളും LDFൻ്റെ സമരങ്ങളായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടിന് ഒരാളുണ്ടാവും. എല്ലാ സമരത്തിലും പ്രസംഗിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ CPIയുടെ നേതാവ് C. ദിവാകരൻ. അദ്ദേഹവും ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ജൂനിയർ ആയിട്ടുള്ള ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സും C. ദിവാകരനും എല്ലാം കൂടെ ആ സെക്രട്ടറിയുടെ മുമ്പിലുള്ള മതിലിൻ്റെ സൈഡിൽ ചാരിയിരിക്കും. അപ്പോൾ C. ദിവാകരൻ പിൽക്കാലത്ത് മന്ത്രിയായി കഴിഞ്ഞപ്പം മനോരമയിൽ ഒരു സ്വീകരണത്തിന് അദ്ദേഹം വന്ന ആദ്യം പറഞ്ഞതാ, ഇവനും ഞാനും ഒക്കെ പണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിന് വേണ്ടി ഇങ്ങനെ സമരത്തിൻ്റെ ഈ പ്രകടനം വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഈ പഴയ കാര്യങ്ങൾ ഓർത്തത്. അങ്ങനെ മിക്ക ദിവസങ്ങളിൽ ലാത്തി ചാർജ് ഉണ്ടാവും. അതിനകത്ത് മിക്കവാറും ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫറെ തല്ലും. അങ്ങനെയുള്ള വലിയ സംഘർഷത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ ഈ അടി കൊള്ളാതെ രക്ഷപ്പെട്ടു. ഒരിക്കലും ഈ ലാത്തി ചാർജ് ചെയ്യുന്ന ഒരു പരിക്കേൽക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അതൊരു ഭാഗ്യവശാല നമുക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഒരുപാട് സംഘർഷ മേഖലയിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ ജൂനിയർ റിപ്പോർട്ടർമാരാണ്. ഇപ്പോൾ പൂന്തറ കലാപം നേരെ പോകാൻ പറയുന്നത് ഏതായാലും ജൂനിയർ റിപ്പോർട്ടറോടായിരിക്കും. നമ്മൾ ആ വഴിക്ക് അവിടെ പോകുന്നത്. ഏതായാലും ഭാഗ്യവശാൽ ഇത്തരം സംഘർഷ മേഖലകളിലൊന്നും പോയി റിപ്പോർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഏതായാലും പരിക്കുന്നത് ഇതുവരെ പറ്റിയില്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ വരുന്നത് K. കരുണാകരൻ്റെ മന്ത്രിസഭയുടെ കാലത്താണ് ഈ തിരുവനന്തപുരത്തേക്ക് വരുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മൊത്തം ഞാൻ ഈ സജീവ പത്രപ്രവർത്തനത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ 9 മന്ത്രിസഭകളുടെ ഭരണം നേരിട്ട് അടുത്തു നിന്ന് കാണാനായിട്ട് ഭാഗ്യമുണ്ടായി. ആദ്യം ഈ K. കരുണാകരൻ്റെ മന്ത്രിസഭയുടെ കാലത്ത് നമുക്ക് സെക്രട്ടേറിയറ്റിലൊന്നും ജൂനിയർ ആയതുകൊണ്ട് സീനിയേഴ്സാണ് സെക്രട്ടേറിയറ്റിൽ പോവുകയും മന്ത്രിസഭ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അടുപ്പമില്ല, മന്ത്രിമാരുമായിട്ടോ അങ്ങനെയൊന്നും വലിയ കാര്യമായ അടുപ്പമില്ലായിരുന്നു. പക്ഷേ നായനാരുടെ മന്ത്രിസഭയുടെ ഒരു പകുതി എത്തിയപ്പം അന്ന് മുതൽ മന്ത്രിസഭാ യോഗങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനാണ്. നായനാരുടെ മന്ത്രിസഭ മൊത്തം 9 മന്ത്രിസഭകൾ ഉണ്ടായതിൽ 8 മന്ത്രിസഭകളുടെയും മന്ത്രിസഭാ യോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും മുഖ്യമന്ത്രിമാരുടെ പത്രസമ്മേളനങ്ങൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ഞാനാണ്. അപ്പം അടുത്തു നിന്ന് മുഖ്യമന്ത്രിമാരെ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ ധാരാളമായ അവസരം കിട്ടി. അതിനകത്ത് E. K. നായനാരുടെ ഒരു മന്ത്രിസഭ, അതിനുശേഷം A. ആന്റണിയുടെ 2 മന്ത്രിസഭ, V.S. അച്യുതാനന്ദൻ്റെ ഒരു മന്ത്രിസഭ, ഉമ്മൻചാണ്ടിയുടെ 2 മന്ത്രിസഭ, പിണറായി വിജയൻ്റെ 2 മന്ത്രിസഭ. ഈ സമയത്തെല്ലാം ഇവരുടെ എല്ലാം പത്രസമ്മേളനങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യമോ, അല്ലെങ്കിൽ ഒരു ഭാഗ്യം എന്ന് പറയാൻ പാടില്ല, നമ്മുടെ ജോലിയുടെ ഭാഗമാണല്ലോ, അതൊരു ഭാഗ്യമല്ല, എന്നാലും അതിനുള്ള ഒരു അവസരം കിട്ടി. അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ കരുതുന്നു. മുഖ്യമന്ത്രിമാരെ വിലയിരുത്തുന്നത് നമ്മുടെ നായനാരെക്കുറിച്ച് പറഞ്ഞാൽ, നായനാരുടെ പത്രസമ്മേളനം ഭയങ്കര രസമാണ്. നായനാർ വന്നിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം നോക്കുന്ന മുമ്പിലിരിക്കുന്ന ചായയും നട്ട്സും കഴിക്കുക എന്നുള്ളതാണ് പ്രധാന പരിപാടി.
ഇടത്ത് വശത്ത് ശിവദാസ മേനോൻ കാണും, വലത്ത് വശത്ത് ചന്ദ്രശേഖരൻ നായർ. രണ്ട് മന്ത്രിമാർ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുകയാണ്. എഴുതിക്കൊണ്ട് വന്ന സാധനം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി നല്ല വടിവത്ത അക്ഷരത്തിൽ ഉരുട്ടി എഴുതിയ ആ പേപ്പർ നോട്ട് ഫ്രണ്ടിലുണ്ടാവും. അത് നോക്കി അദ്ദേഹം വായിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതൊക്കെ അങ്ങ് വളരെ കൃത്യമായിട്ട് വായന ആദ്യം അങ്ങ് നടക്കും. അത് കഴിയുമ്പോഴത്തേന് അദ്ദേഹം വളയമില്ലാതെ ചാട്ടം തുടങ്ങും. പിന്നെ ചോദ്യത്തിനെല്ലാം മറുപടിയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം വളരെ ആരെയും പിണക്കാതിരിക്കുന്നതിന് വളരെ ഒരു വിദഗ്ധനായിരുന്നു. ദേഷ്യം വരും, ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഒരിക്കലെ ഒരു പത്രപ്രവർത്തകനെ അദ്ദേഹം ദേഷ്യം വന്നിട്ട് വട്ടൻ വട്ടൻ എന്ന് 2-3 തവണ വിളിച്ചു. വട്ടൻ. അപ്പോൾ തന്നെ ഈ പത്രപ്രവർത്തകൻ മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സഖാവേ അത് പിൻവലിക്കണം, എന്നെ വട്ടൻ എന്ന് വിളിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനെ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ, ഞാനത് പിൻവലിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം അന്നേരം പറഞ്ഞു. അപ്പം അതിനുള്ള ഒരു ഹൃദയശാലത, നമുക്കൊരു അബദ്ധം പറ്റിയാൽ അന്നേരം അവിടെ വെച്ച് ആ സ്പോട്ടിൽ വെച്ച് തന്നെ നായനാർ തിരുത്തി. തമാശയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതി എന്ന് പറഞ്ഞാൽ, തമാശയാണ്. ഒരുപാട് തമാശകൾ പറഞ്ഞു. ഭയങ്കര രസകരമായിട്ടുള്ള പത്രസമ്മേളനങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശിവദാസ മേനോനെ ചന്ദ്രശേഖരൻ നായരെ കുത്തുകയും ചെയ്യും. അവരെയും കളിയാക്കും പുള്ളി. ഇരിക്കുന്ന ശിവദാസ മേനോൻ കണ്ടില്ലേ, മയിൽ വാഹനത്തിൻ്റെ ആളാണ്. അവിടെ പാലക്കാട്ട് ഏതോ ഒരു ബസ് മുതലാളിയുണ്ട്, മയിൽ വാഹനം എന്ന് പറഞ്ഞ് കുറേയേറെ ബസ്സുകളുണ്ട് അദ്ദേഹത്തിന്. ഒരിക്കൽ ബസ് ചാർജ് കൂട്ടുന്ന ഒരു തീരുമാനം പറഞ്ഞിട്ട് പറയാണ്, മയിൽ വാഹനത്തിൻ്റെ ആളാണ് അടുത്തിരിക്കുന്നത്. അപ്പം ശിവദാസ മേനോൻ ഇരുന്ന് ഉരുകുക. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ തൊട്ടടുത്തിരിക്കുന്നവരെയും പുള്ളി ട്രോള്, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ട്രോള് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം വി എസ് കൃത്യമായിട്ട് വന്ന് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് എഴുതിക്കൊണ്ടൊന്നും വരത്തില്ല. ചില നോട്ടുകൾ ഉണ്ടാവും, അത് നോക്കി പറയും. ശരിക്കും പത്രക്കാരുടെ മുഖ്യമന്ത്രിയായിരുന്നു വി എസ്. എന്ത് ചോദിച്ചാലും അദ്ദേഹം അതിന് മറുപടി പറയും. പത്രക്കാരോട് വലിയ അടുപ്പമായിരുന്നു. അത് നായനാർക്കും നല്ല അടുപ്പമായിരുന്നു. വി എസ് കുറേയും കൂടെ അടുപ്പമായിരുന്നു. സത്യം പറഞ്ഞാൽ പത്രക്കാരാണല്ലോ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത്. പാർട്ടിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് പത്രക്കാരുടെ ഭാഗത്തു നിന്നായിരുന്നു. അതുകൊണ്ട് മീഡിയയുടെ ആളുകളോട് വലിയ അടുപ്പം കാണിച്ചൊരു മുഖ്യമന്ത്രിയാണ് വി എസ്. അദ്ദേഹം, എൻ്റെ പിതാവ് മരിച്ചപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമുണ്ട്. നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്യും, എങ്കിലും അങ്ങനെ ഒരു വലിയ വ്യക്തിപരമായ അടുപ്പമൊന്നുമില്ല. എൻ്റെ പിതാവ് മരിച്ചപ്പം പ്രത്യേകം എന്നെ ഫോണിൽ വിളിച്ച് ഒരുപാട് സമയം ഞാൻ തന്നെ ആദ്യം അത്ഭുതപ്പെട്ടു പോയി, ഇതാണോ വിളിക്കുന്നതെന്ന് ആദ്യം തോന്നി. വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് നേരം വിളിച്ച് എന്നെ ആശ്വസിപ്പിച്ചു ഫോണിലൂടെ. അപ്പം അങ്ങനെ ഒരു വളരെ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടുള്ള വ്യക്തിത്വമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. പിന്നെ എ കെ ആന്റണിയെ കുറിച്ച് പറഞ്ഞാൽ, ആന്റണി ഇതുപോലെ എഴുതിക്കൊണ്ട് വരും ഓരോ കാര്യങ്ങൾ. ആ എഴുതിക്കൊണ്ട് വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. അതിനപ്പുറത്തോ ഇപ്പുറത്തോ നമ്മൾ കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ഒരു രാഷ്ട്രീയ കാര്യമാണ് പറയുന്നതെങ്കിൽ എഴുതിക്കൊണ്ട് വന്ന ഒരു 10 സെന്റൻസ് ഉണ്ട്. 10 സെന്റൻസ് അദ്ദേഹം നോക്കി വായിക്കും, അല്ലെങ്കിൽ നേരിട്ട് പറയും. നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വീണ്ടും പറയുന്ന ഈ 10 സെന്റൻസ് തന്നെയാണ്. വീണ്ടും നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ വീണ്ടും ഈ 10 സെന്റൻസ് തന്നെ. ഇതിങ്ങനെ റെക്കോർഡ് വെച്ച് പോലെ പറയുന്നതല്ലാതെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു സാധനവും നമുക്ക് കിട്ടത്തില്ല അഡീഷണൽ ആയിട്ട്. ഒരു പത്രപ്രവർത്തനം വേണ്ടത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഊറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചോദ്യങ്ങൾ കൂടുതലും ചോദിക്കുന്നത്. പക്ഷേ എ കെ ആന്റണിയുടെ കയ്യിൽ നിന്ന് ഇത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ വേണ്ട. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരേ കാര്യം തന്നെ ഇങ്ങനെ പറയും. എന്ത് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചായിരിക്കും വരുന്നത്. ആ കാര്യങ്ങൾ പറയുക, അത് പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ അദ്ദേഹം പോവുകയും ചെയ്യും. അതേസമയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകത്തേയില്ല. പത്രക്കാരെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഇറങ്ങി പോകത്തില്ല. മണിക്കൂറുകൾ അദ്ദേഹം പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയും. പത്രക്കാർക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. കാരണം ഉമ്മൻചാണ്ടി അമിതമായ സ്വാതന്ത്ര്യം കൊടുത്തത് ശരിക്കും പത്രപ്രവർത്തകർ ദുരുപയോഗപ്പെടുത്തി എന്നാണ് ഞാൻ കരുതുന്നത്. ആ ദുരുപയോഗപ്പെടുത്തിയതിൻ്റെ അനുഭവമാണ് ഇപ്പം നമ്മൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കയറാൻ മേല ഒരു നേരെ ഒരു ചോദ്യം പോലും ചോദിക്കാനും വയ്യാത്ത അവസ്ഥയിലെത്തി അദ്ദേഹം കൊടുത്ത അമിതമായ സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് ഇത്രയും മുഖ്യമന്ത്രിമാരെ വിലയിരുത്തുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇത് ശരിക്കും ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ വളരെ ഹൃദയവിശാലതയാണ് കാണിച്ചത്. പക്ഷെ അത് പത്രപ്രവർത്തകർ അതിനെ ആ രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് പ്രതികരിക്കണമായിരുന്നു. അതിന് പകരം പലരും നെഗറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. ഈ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞത്, ഒരിക്കൽ ഉമ്മൻചാണ്ടി പത്രസമ്മേളനത്തിന് ശേഷം എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് ഒരു 45 മിനിറ്റ് 3/4 മണിക്കൂറോളം പത്രപ്രവർത്തകരുടെ
ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. സാധാരണ ചോദ്യം തീരുന്നവരെ അദ്ദേഹം ഇരുന്ന് മറുപടി പറയാറുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് പോകാൻ ധൃതിയുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അപ്പൊ അന്ന് ചാനലിൽ കാണിക്കുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ശേഷിയില്ലാതെ ഇറങ്ങിപ്പോകുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് പുറകിൽ നിന്നുള്ള വിഷ്വൽ വെച്ചുകൊണ്ടാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. ചാനലുകാർ എങ്ങനെയാണ് ഇതിനെ ദുരുപയോഗപ്പെടുത്തിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയൊന്നും അല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം തൊട്ടടുത്ത ആഴ്ച അദ്ദേഹം വന്ന വളരെ വേദനയോടെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത്യാവശ്യം ഉണ്ടായിട്ട് ഞാൻ പോയപ്പം ഇവിടെയുള്ള ചാനലുകാരെല്ലാം 1-2 ചാനലുകാർ, ഞാൻ ആരുടെ പേര് പറയുന്നില്ല, അവര് ഞാൻ ഇറങ്ങിപ്പോകുന്ന വിഷ്വൽ കാണിച്ചിട്ട് ചോദ്യങ്ങൾ നേരിടാൻ ശേഷിയില്ലാതെ ഇറങ്ങിപ്പോകുന്ന മുഖ്യമന്ത്രി എന്ന് കാണിച്ചു. അതുകൊണ്ട് ഇന്ന് ഞാൻ പോകുന്നില്ല, ഞാൻ ഇന്ന് വിടിയിരിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം 2 മണിക്കൂറോളമായിട്ട് പോകാതിരിക്കുക. അവസാനം ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞ മതി, ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് എഴുന്നേപ്പിച്ച് വിടുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് പത്രക്കാർക്ക് എവിടെയും കയറി ചെല്ലാമായിരുന്നു. ഒരു സമയത്ത് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരു മാനസിക ദൗർബല്യമുള്ള ഒരാൾ കയറി ഇരുന്ന സംഭവം വരെ ഉണ്ടായി. അത്രയും സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് പിണറായി വിജയൻ ഈ സെക്രട്ടേറിയറ്റിലും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിലും ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതൊരു വളരെ നല്ല കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ അന്നത്തെ കാലത്ത് സോളാർ കേസിന്റെ പേരിൽ ഉമ്മൻചാണ്ടി എത്രമാത്രം മീഡിയ വേട്ടയാടിയെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു CD ഉണ്ടെന്ന് പറഞ്ഞ് കോയമ്പത്തൂരിന് പോയല്ലോ, ഇവിടുന്ന് ഒരു കമ്മീഷന്റെ നേതൃത്വത്തിൽ പോയപ്പം ലൈവായിരുന്നു. ഇവിടുന്ന് വാഹനങ്ങൾ പായുന്നു, മുമ്പിൽ കമ്മീഷന്റെ ആള് പോകുന്നു, പുറകെ വാഹനങ്ങൾ പായുന്നു. എന്ത് ഉമ്മൻചാണ്ടിയുടെ CD ഉണ്ട്, അത് കണ്ടുപിടിക്കാനാന്ന് പറഞ്ഞ് നമ്മുടെ പത്രപ്രവർത്തകരുടെ എല്ലാം ഒരു പ്രതിച്ഛായ മൊത്തം പോയൊരു സംഭവം. അത് അങ്ങനെ ഒരു സംഭവമില്ല. ഇദ്ദേഹം നിരപരാധിയാണെന്ന് പിന്നീട് തെളിഞ്ഞു. അന്ന് ക്രൂശിച്ചവരൊക്കെ പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ക്ഷമ പറഞ്ഞെന്നാണ് അവർ തന്നെ വെളിപ്പെടുത്തിയത്. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഓവറായിപ്പോയി. ഉമ്മൻചാണ്ടിയെ എവിടെ വന്നാലും അന്നത്തെ കാലത്ത് ഏത് മന്ത്രി വന്നാലും ഉടനെ ക്യാമറയായിട്ട് വരിക, ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം എടുക്കുക. അത് ഇത്തരം വീഴ്ചകളിൽ നിന്ന് ഉമ്മൻചാണ്ടിക്ക് എന്താണ് പറ്റിയത്, ഉമ്മൻചാണ്ടിയുടെ വീഴ്ച എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയാണ് പിണറായി വിജയൻ അത് തിരുത്തിയത്. അത് നല്ല കാര്യമാണ്. അതൊക്കെ കാരണം പത്രപ്രവർത്തകർ അമിതമായി പോയി. പത്രപ്രവർത്തകരുടെ ഒരു പ്രവർത്തനം നിയന്ത്രണം വിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പത്രസമ്മേളനം നടത്തുന്നതിന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോലും നമുക്ക് കയറാൻ പറ്റില്ല. താഴെ ഒരു പ്രത്യേക ഹാളുണ്ടാക്കി അദ്ദേഹം അവിടെ വരും. അന്നേരം ആദ്യം അദ്ദേഹം ഒരു 45 മിനിറ്റ് എഴുതിക്കൊണ്ട് വന്നത് വായിക്കും, പിന്നെ 15 മിനിറ്റ് ചോദ്യം, അത് കഴിഞ്ഞാൽ പോകാം. ആവശ്യമില്ലാത്ത ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയില്ല. അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് നല്ലതോ ചീത്തയോ എന്ന് എന്നോട് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹം ചെയ്തത് കറക്റ്റാ. പത്രപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തെറ്റാ. കാരണം നമ്മുടെ ഒരു വീഴ്ച കൊണ്ട് സംഭവിച്ച ഒരു സംഭവമാണ് അത്. അദ്ദേഹം വീഴ്ചകളിൽ നിന്ന്, മുൻ മുഖ്യമന്ത്രിക്ക് സംഭവിച്ച വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിണറായി വിജയൻ വരുത്തിയ തിരുത്താണ്. അതിനെ നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പൊ ഇത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അദ്ദേഹം ചെയ്ത ഒരു മുൻകരുതലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് അദ്ദേഹം ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആയിരിക്കുന്ന കാലം മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് വളരെ സ്നേഹമാണ്. അക്കാര്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി പറയും. പക്ഷേ ഈ അനാവശ്യ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയത്തില്ല. അനാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിരിക്കും, പത്രപ്രവർത്തകർക്ക് ആവശ്യമുള്ള ചോദ്യമായിരിക്കാം. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് അനാവശ്യം എന്ന് തോന്നുന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാറില്ല. അതിനെ നമുക്ക് വിമർശിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു നല്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം എടുത്ത തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ, അല്ല രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വളരെ നല്ലതാണ്, ശരിയാണ് എന്നേ പറയാൻ പറ്റൂ. അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന അത് ഈ ചാനലുകളൊക്കെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രവണതയാണ്. പഴയ കാലത്ത് അതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പത്രക്കാർക്കും മാധ്യമപ്രവർത്തകരുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ഈ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരുമായിട്ട് ഭയങ്കര പ്രത്യേക ഇക്വേഷൻ അതെല്ലാം അട്ടിമറിച്ചത് ഈ വന്നതിന് ശേഷമാണ്. അപ്പം ഈ കണക്ക് പുറത്തെന്നൊക്കെ പറയാൻ കാരണം തന്നെ ഈ അസഹ്യമായ രീതിയിൽ ഒരു ആക്രമണത്തിന്റെ സ്വഭാവം സുരേഷ് ഗോപിയൊക്കെ ഇപ്പം കളയുന്നതിന്റെ ഒക്കെ ഒരു പറയാതെ അത് ആ ആംഗിൾ നിങ്ങളൊരു ദീർഘകാലം റിപ്പോർട്ട് ചെയ്ത ആളെന്നുള്ള നിലയിൽ, ക്യാബിൻ റിപ്പോർട്ട് ചെയ്ത ആളെന്നുള്ള നിലയിൽ നേരിട്ടാണ്. അപ്പൊ അത് എന്തെങ്കിലും കൂടെ ഉണ്ട്. അത് പറയാം. അത് ഞാനൊന്ന് പറയാം, ഒരു സെക്കൻഡ്. ഈ
പണ്ടത്തെ കാലത്ത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരുമായിട്ട് നമുക്ക് വളരെ അടുപ്പമായിരുന്നു. നമുക്ക് സെക്രട്ടേറിയറ്റ് എപ്പം വേണമെങ്കിലും ചെന്ന് കയറാം. രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് മാത്രമല്ല, സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറിമാരുടെ ഓഫീസിൽ നമുക്ക് എപ്പോഴും ചെന്ന് കയറാം. ഞാനൊക്കെ പലപ്പോഴും സെക്രട്ടറിമാരെ ഉന്നതതല യോഗം വിളിക്കുമ്പോൾ അറിയാതെ നമ്മൾ ചെന്ന് ആ യോഗത്തിലേക്ക് കയറി ചെന്നിട്ടുണ്ട്, അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. അപ്പം സെക്രട്ടറിമാർ യോഗം നിർത്തി വെച്ചിട്ട് നമ്മളോട് സംസാരിച്ചിട്ട് യോഗം തുടർന്നിട്ടുള്ളൂ. അത്രയ്ക്ക് പത്രപ്രവർത്തകർക്ക് വിലയുണ്ടായിരുന്ന ഒരു കാലഘട്ടം. സെക്രട്ടേറിയറ്റിൽ എവിടെ വേണേലും നമുക്ക് കയറി ചെല്ലാം. സെക്രട്ടറിമാരുടെ ഓഫീസിൽ കയറി ചെന്നാൽ വലിയ സ്വീകരണം, മന്ത്രിമാരുടെ ഓഫീസിൽ കയറി ചെന്നാൽ അവർ സ്വീകരിക്കുന്നു. മിനിസ്റ്റർമാർക്കെല്ലാം അവരുടെ ക്യാബിന്, അവരുടെ ആ ചേംബറിൻ്റെ സൈഡിൽ അവർ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു മുറിയുണ്ട്. ആ മുറിയിലേക്ക് നമ്മളെ പ്രത്യേകം അവർ വിളിച്ചുകൊണ്ട് പോയി നമ്മളോട് മാത്രമായിട്ട് രഹസ്യമായിട്ട് സംസാരിക്കും. ഇപ്പോഴും എത്ര പേർക്ക് സെക്രട്ടേറിയറ്റിൽ കയറി മന്ത്രിമാരുടെ ഓഫീസിൽ കയറി സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് സംശയം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത് ഒരു വളരെ ദയനീയമായിട്ട് എനിക്ക് തോന്നുന്നു. ഏതായാലും പത്രപ്രവർത്തനത്തിൻ്റെ ഒരു നല്ല കാലത്ത് തിരുവനന്തപുരത്ത് ജോലി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് അന്നിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ്, അന്നത്തെ മന്ത്രിമാർ, ഒരുപാട് മന്ത്രിമാർ നമുക്ക് അടുപ്പമുള്ള ആളുകളുണ്ട്. ഇപ്പം AK ആൻ്റണി സാറ്, ഉമ്മൻചാണ്ടി സാറ്, മാണി സാറ്, ബാലകൃഷ്ണപിള്ള സാറ്, TN ജേക്കബ് സാറ്, തിരുവഞ്ചൂര്, KP രാജേന്ദ്രൻ, E ചന്ദ്രശേഖരൻ നായർ, E ചന്ദ്രശേഖരൻ, KK ശൈലജ ടീച്ചർ, പിന്നെ മേഴ്സിക്കുട്ടി അമ്മ, ഇപ്പം അങ്ങനെ വന്ന് മാത്യു ടി തോമസ്, K കൃഷ്ണൻകുട്ടി, C ദിവാകരൻ, പിന്നെ ഇപ്പോൾ ശിവൻകുട്ടിയും GR അനിലും വരെ ഉള്ള ഒരുപാട് പേരുമായിട്ട് നമുക്ക് അടുപ്പമുണ്ട്. അതിനകത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, മാണി സാറും ഒക്കെ, അല്ലെങ്കിൽ കോടിയേരി മാണി സാറ്, ബാലകൃഷ്ണപിള്ള സാറ്, ഇവരൊക്കെ നമ്മൾ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പ്രത്യേകം വിളിച്ച് അകത്തെ മുറി കൊണ്ടിരുത്തിയാണ് നമ്മളോട് സംസാരിപ്പിക്കുക. അങ്ങനെ ഒരു പരിഗണന ഇവർ നമുക്ക് തന്നിരുന്നു. ഒരു സെക്രട്ടറിയുടെ മീറ്റിങ്ങിലേക്ക് അറിയാതെ ഞാൻ കയറി ചെന്നു. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, സോറി ഞാൻ ഇറങ്ങി പോവാണെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങിയപ്പോഴത്തേന് പറഞ്ഞു അവിടെ നിൽക്കുന്നു പറഞ്ഞ് അദ്ദേഹം എന്നെ അവിടെ തടഞ്ഞു നിർത്തി. അദ്ദേഹം മീറ്റിംഗ് നിർത്തിയിട്ട് പുറത്തിറങ്ങി വന്ന് എന്നോട് സംസാരിച്ചു. എന്താ കാര്യം എന്ന് ചോദിച്ച് സംസാരിച്ചു. ഇന്നൊരു സെക്രട്ടറിയുടെ മീറ്റിങ്ങിലേക്ക് നമ്മൾ കയറി ചെന്നാൽ ഉറപ്പായിട്ട് ഗെറ്റ് ഔട്ട് അടിക്കും. കാരണം അത്രയ്ക്കുള്ള വിലയെ പത്രക്കാർക്ക് ഇപ്പം കൊടുക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഞാനൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നില്ല. നമ്മളത് പറയുന്നത് ശരിയല്ല. കാരണം പുതിയ തലമുറ നമ്മൾ ഇപ്പോൾ അവരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ പഴയ കാലത്തെ തന്തവൈബ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പഴയ കാലത്ത് എന്തോ വലിയ സംഭവമായിരുന്നു എന്ന് പറയുകയെന്ന് തോന്നും. പക്ഷെ സത്യം അതാണ്. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മുറിയിലേക്കോ അല്ലെങ്കിൽ ഒരു സെക്രട്ടറിയുടെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പഴയ സ്വീകരണം ഇല്ല. അപ്പോൾ അതാണ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം. ഈ ക്യാബിനറ്റ് റിപ്പോർട്ടിങ്ങിന് നമ്മൾ പതിവായിട്ട് പോകുമ്പം പ്രധാനമായിട്ട് എക്സ്ക്ലൂസീവ് സാധനങ്ങളാണ്. ക്യാബിനറ്റിനകത്തെ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ പുറത്തു വരുന്നത് ഇത്തരം മന്ത്രിമാരെ നേരിട്ട് കണ്ട് രഹസ്യമായിട്ട് സംസാരിക്കുമ്പോഴാണ്. അപ്പം അത് ചില മുഖ്യമന്ത്രിമാരിങ്ങനെ പത്രത്തിൽ വാർത്ത വന്നു കഴിയുമ്പം പിറ്റേ അടുത്ത ക്യാബിനറ്റിൽ പറയും, ഇങ്ങനെ ഇനിയും പത്രക്കാർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും. എൻ്റെ ഈ ക്യാബിനറ്റ് റിപ്പോർട്ടിങ്ങിൻ്റെ കാലത്ത് ഒരു പ്രധാന സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മുടെ തോമസ് ചാണ്ടിക്കെതിരെ കായൽ കയ്യേറ്റത്തിൻ്റെ ഒരു ആരോപണം വന്നു, അന്വേഷണം നടത്തി. ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കായൽ കയ്യേറ്റം, അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ട് വന്ന ശേഷം ഇദ്ദേഹത്തോട് രാജിവെക്കാൻ പിണറായി ആവശ്യപ്പെട്ടില്ല. അപ്പം ഇതിനെതിരെ CPI പ്രമേയം പാസ്സാക്കുക മാത്രമല്ല, ക്യാബിനറ്റ് യോഗം അന്ന് ഒരു ബുധനാഴ്ച ദിവസം ക്യാബിനറ്റ് യോഗം കൂടുമ്പം CPI മന്ത്രിമാർ 4 പേരും സമാന്തര ക്യാബിനറ്റ് E ചന്ദ്രശേഖരൻ, അന്നത്തെ മന്ത്രിയായിരുന്ന പാർട്ടി ലീഡർ E ചന്ദ്രശേഖരൻ്റെ അധ്യക്ഷതയിൽ ചന്ദ്രശേഖരൻ്റെ ഓഫീസിൽ കൂടി. അപ്പോൾ ഇത് പത്രത്തിൽ വലിയ വാർത്തയായി. ഇത് സംഭവം പലരും അറിഞ്ഞില്ല. നമ്മളെ ചാനലുകാർക്കൊക്കെ നമ്മളാണ് കൊടുക്കുന്നത്, നമ്മളകത്തുണ്ട്. അങ്ങനെ ഇത് വലിയ വാർത്തയായി. ഒരേ സമയം ക്യാബിനറ്റ് റൂമിൽ കൂടുമ്പം CPI മന്ത്രിമാരുടെ യോഗം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ വേറെ കൂടിയെന്ന് വാർത്ത വന്നതോടുകൂടി വലിയ വിവാദമായി. ഈ ക്യാബിനറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേന് പിണറായി തോമസ് ചാണ്ടിയോട് രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ അകത്ത് ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ഉദാഹരണമായിട്ട് നമ്മുടെ പലപ്പോഴും ഈ VS മന്ത്രിസഭയിൽ VSന് അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ക്യാബിനറ്റിനിടെ ചെറുതായിട്ടൊന്ന് മയങ്ങുമ്പോഴത്തേന് അഭിപ്രായം പറഞ്ഞ C ദിവാകരൻ തൊട്ടടുത്തിരിപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ മേശപ്പുറത്തടിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് എന്ന് പറയുമ്പോഴാണ് VS പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത്.
എന്ന് എന്ന് മറ്റു മന്ത്രിമാർ പറയും. ഇതുപോലെ അകത്തെ രസമുള്ള ഒരുപാട് കാര്യങ്ങൾ, അകത്ത് ഉണ്ടായ സംഘർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഉന്നയിച്ച് ഓരോ വിഷയങ്ങൾ ഇവര് ക്യാബിനറ്റിനകത്ത് ഒരു പരിധി കൂടുതൽ ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ല, നിയമസഭയിലോ പറയാൻ പറ്റുകയല്ലോ. എങ്കിലും അവർ പറയുന്നത് ആരാണ് ആദ്യം ഈ വിഷയം ഉന്നയിച്ചത്, അതിനെ ആരൊക്കെ പിന്തുണച്ചു, ക്യാബിനറ്റിനകത്ത് ആശയക്കുഴപ്പം അല്ല ക്യാബിനറ്റിനകത്ത് അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം സാധനങ്ങൾ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിട്ടുണ്ട്. വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഓരോ മന്ത്രിസഭയുടെയും കാലത്ത് ഇത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സാറ് മന്ത്രിമാരോട് പറഞ്ഞു, നമുക്കറിയാലോ കോൺഗ്രസ് മന്ത്രിമാരല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചോരുന്നു, ഇങ്ങനൊന്നും പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇരട്ടി കാര്യങ്ങൾ ചോർന്നു വന്നു. പക്ഷെ ഇതിനിടെ വേറെ കാര്യമുണ്ട്, ഇതിന് ചില മന്ത്രിമാര് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പച്ചക്കള്ളം പറയുന്ന മന്ത്രിമാരുമുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അങ്ങനെയുള്ള ചില മന്ത്രിമാരെ നമ്മൾ ഒരു തവണ ചെന്നു നോക്കി, സാധാരണ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ അതേപടി നമ്മൾ കൊടുക്കാറില്ല ഒരിക്കലും. ക്യാബിനറ്റിലെ കാര്യങ്ങൾ പലപ്പോഴും ഒരു മന്ത്രിയെ കണ്ട്, ഞാനിപ്പം മനോരമയുടെ പുതിയ ജേർണലിസ്റ്റുകൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർ ചോദിക്കും എങ്ങനെയാണ് ഈ ക്യാബിനറ്റിലെ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്നത് എന്ന് പിള്ളേർ ചോദിക്കാറുണ്ട്, പുതിയതായിട്ട് വരുന്ന ജേർണലിസ്റ്റ് ട്രെയിനീസ്. അവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, നമ്മൾ ഒരു മന്ത്രിയെ കാണാൻ പോകുന്നു, ആ മന്ത്രി നമുക്ക് ചില സാധനം ഹിന്റുകൾ തരുന്നു, നിങ്ങൾ അറിഞ്ഞോ വിവരം, ഇന്ന് വലിയ നല്ല ചൂടായിരുന്നു കേട്ടോ എന്നായിരിക്കും പറയുന്നത്. അപ്പൊ ചോദിക്കുമ്പോഴത്തേന് അതെന്താന്ന് ചോദിക്കുമ്പോൾ പറയും അതെവിടുന്നാണോ നിങ്ങൾ കപ്പി എടുത്തോ കേട്ടോ, ഞാൻ കൂടുതലൊന്നും പറയാല്ല, സംഭവം മൂത്തു എന്ന് പറയും. അപ്പോഴത്തേന് ചോദിക്കുക എന്താ വിഷയം എന്നെങ്കിലും ഒന്ന് പറ എന്ന് പറയുമ്പോഴത്തേന് വിഷയം അവർ പറയും. കൂടുതൽ എന്നോട് ചോദിക്കരുത്, നിങ്ങൾ എവിടുന്നാണ് എടുത്തോളാൻ പറയും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു മുറി കിട്ടിയല്ലോ. പിന്നെ വേറൊരു മന്ത്രിയെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് അവിടെ ഭയങ്കര പ്രശ്നമായി ഇന്ന വിഷയത്തിലല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേന്, എന്നിട്ട് നമ്മളൊരു ഊഹം വെച്ച് ചോദിക്കും ഇന്ന ആളാ ഇത് അവതരിപ്പിച്ചല്ലേ എന്ന് ചോദിക്കും. അപ്പോഴത്തേന് ആളാണ് അവതരിപ്പിച്ചതെങ്കിൽ ഈ മന്ത്രി പറയും ശരി അദ്ദേഹമാണ് അവതരിപ്പിച്ചതെന്ന് പറയും. അല്ലല്ല, അല്ലെങ്കിൽ പറയും അല്ലല്ല അത് മറ്റേ ആളാണ് കേട്ടോ, പുള്ളിയാണ് തുടങ്ങിയത്, ഇദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയും. ഈ രണ്ടാമത്തെ ആളിൽ നിന്നാണ് കുറച്ച് വിവരങ്ങൾ കിട്ടുന്നത്. ഇങ്ങനെ ഒരു 4-5 മന്ത്രിമാരെ നമ്മൾ പോയി കണ്ട് ഇതെല്ലാം കൂടെ ക്രോഡീകരിക്കുമ്പോഴാണ് നമുക്കിതൊരു ഈ ത്രെഡ് എല്ലാം കൂടെ ചേർത്തൊരു കഥയായിട്ട് രൂപപ്പെടുക. നമ്മൾ കഥ എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാക്കി എഴുതുന്ന കഥയല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ക്യാബിനറ്റിനകത്ത് ഇല്ലല്ലോ, നമുക്ക് ആകെ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മാത്രമുള്ള ക്യാബിനറ്റ് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. പലരോട് ചോദിച്ച് ഒരു 5 മന്ത്രിമാരെ കാണുമ്പോഴാണ് നമുക്കിത് അകത്ത് നടന്ന സംഭവം എന്താണെന്ന് ഒരു ഏകദേശ രൂപം കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം അതുകൊണ്ടാണ് നമ്മൾ ഈ സംഭവങ്ങൾ എഴുതുന്നത്. ക്യാബിനറ്റ് റിപ്പോർട്ടിങ്ങിന് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് ചെല്ലുമ്പം എൻ്റെ കൂടെ ഞങ്ങൾ സാധാരണ ഒന്നിച്ച് റിപ്പോർട്ടിങ്ങിന് പോയിരുന്നത് നമ്മൾ അന്തരിച്ച മാതൃഭൂമിയുടെ ലേഖകൻ ജി ശേഖരൻ നായരും പിന്നെ കേരളമതിയുടെ MM സുബൈറും കൂടെ, ഞങ്ങൾ 3 പേരുമാണ് പലപ്പോഴും ഒന്നിച്ച് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ക്യാബിനറ്റ് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ ചെല്ലുമ്പോൾ ഇത് ചോർത്താനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അത് മന്ത്രിക്ക് ദോഷം ചെയ്യുന്നുള്ളതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒളിച്ചും പാത്തുമാണ് പോകുന്നത്. അകത്തോട്ട് നോക്കിയാൽ ആരെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോ സെക്രട്ടറിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അകത്തോട്ട് കയറുകയില്ല, മാറി നിൽക്കും. അവരെല്ലാം പോയ ശേഷം പതിയെ ചെന്നിട മന്ത്രിയെ കാണും. രഹസ്യമായിട്ടാണിത് ഈ കാര്യങ്ങൾ ഇവരെ കാണുന്നത്. കാരണം മന്ത്രിമാർക്ക്, നമ്മളോട് സംസാരിക്കുന്ന മന്ത്രിമാർക്ക് ഭാവിയിൽ ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല. അത് ഈ മന്ത്രിസഭാ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഇതിനിടെ 1-2 മന്ത്രിമാർ പച്ചക്കള്ളം പറഞ്ഞിരുന്ന മന്ത്രിമാരുണ്ട്. ഒരു നടന്നതിന് നേരെ വിപരീതമായി വെറും കള്ളം പറഞ്ഞിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മന്ത്രിമാരുണ്ട്. നമ്മൾ കാര്യമായിട്ട് ഇതൊക്കെ എടുക്കും, നമ്മൾ നോട്ടൊക്കെ ചെയ്ത് വെക്കും. അടുത്ത മന്ത്രിയെ പോയി കണ്ടു, അതിന് കഴിയുമ്പോൾ നേരെ വിപരീതമായിട്ടാണ് പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ ഒരു ഹീറോ ആയിട്ടൊക്കെ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഇദ്ദേഹം ആദ്യം കള്ളം പറയുന്ന ആൾ പറയുന്നത് അദ്ദേഹം ഒരു ഹീറോ ആണ് എന്നുള്ള മട്ടിലായിരിക്കും ഈ കഥ അവതരിപ്പിക്കുന്നത്. അങ്ങനെ പത്രത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ മന്ത്രിയോട് ചോദിക്കാൻ പറയുന്നത് അങ്ങനെ സംഭവമില്ല എന്ന് പറയും. അപ്പൊ ഇത് ആദ്യത്തെ മന്ത്രി പറഞ്ഞാണോ രണ്ടാമത്തെ മന്ത്രി പറഞ്ഞാണോ സത്യം, നമുക്ക് സംശയമായി. മൂന്നാമതൊരു മന്ത്രിയെ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ രണ്ടാമത്തെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെയാണ്, ഒന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞത്. എന്ന് മാത്രമല്ല ഇങ്ങനെ അത് എടുത്തിട്ട് എല്ലാവരും കൂടെ അലക്കുകയാണ് ചെയ്തത് എന്നുള്ള സത്യം അറിയുന്നു. അപ്പോഴാണ് ഈ ആദ്യത്തെ ആള് അദ്ദേഹത്തിന് മന്ത്രിസഭ കിട്ടിയ മർദ്ദനം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥയാന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ വീണ്ടും നാലാമത് വേറൊരാളിനെ കൂടെ കാണുന്നു. നാലാമതോ അഞ്ചോ പേരെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഈ ആദ്യം പറഞ്ഞത് പച്ചക്കള്ളമാണ്. അപ്പൊ അങ്ങനെയുള്ള മന്ത്രിമാർ ആരൊക്കെയാന്ന് ഞാൻ ആരുടെ പേര് പറയുന്നില്ല. അവർ ചിലരൊക്കെ മരിച്ചുപോയി, ചിലരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ട് ആരെയും പറയുന്നില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ളവരെ പിന്നീട് ഡിപ്പെൻഡ് ചെയ്യത്തില്ല, അവരെ നമ്മൾ കാണാനും പോകത്തില്ല, അവർ പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ഈ മന്ത്രിസഭാ റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടായ ഒരു അനുഭവം, നമ്മുടെ
കെ ബി ഗണേഷ് കുമാർ ആദ്യമായിട്ട് മന്ത്രിയാകുക. അതും ഒരു സിനിമാ നടനാണല്ലോ. ഞാൻ ഈ ക്യാബിനറ്റിന് പുറമെ സിനിമയും നോക്കുന്നയാളാണ്. അപ്പോൾ സിനിമാ രംഗത്തുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നുള്ളതിൽ ഗണേശൻ അന്ന് ഈ തിരുവനന്തപുരത്ത് പരിചയമുള്ള പത്രക്കാരെന്ന് പറഞ്ഞാൽ ഞാനും മംഗളത്തിൻ്റെ ആർ അജിത് കുമാർ മാത്രമാണ്. വേറെ പത്രക്കാരെ ഒന്നും പുള്ളിക്ക് പരിചയമില്ല. അപ്പോൾ ഞങ്ങൾ ക്യാബിനറ്റ് ആദ്യത്തെ മന്ത്രിസഭ, ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുക, ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഇ കെ നായനാരുടെ മന്ത്രിസഭ സ്ഥാനമൊഴിഞ്ഞു, പകരം ആന്റണിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേൽക്കുന്ന ദിവസം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അവിടുന്ന് മന്ത്രിമാരെല്ലാം സെക്രട്ടേറിയറ്റ് വന്നു. അപ്പം അന്നത്തെ കാലത്തൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മന്ത്രിസഭ മാറി വേറൊരു മന്ത്രിസഭ വരുമ്പം ഈ സെക്രട്ടേറിയറ്റിലെ ഓഫീസൊക്കെ അങ്ങ് എടുത്തും ഫർണിച്ചറെല്ലാം എടുത്ത് മറിച്ച് ഉഴുതുമറിച്ച പോലെ ഇട്ടേക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ കസേരയും ഡെസ്കും അതും ഇതും കബോർഡും എല്ലാം മറിച്ചിട്ടിരിക്കുക. ഒരു മുഖ്യമന്ത്രി ചുമതലയേൽക്കുമ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ കസേരയും മേശയൊക്കെ ഒന്ന് നേരെ ആയിട്ടുണ്ട്. അങ്ങനെയില്ല, മുഴുവൻ എടുത്ത് മറിച്ച് മുഴുവൻ പേപ്പറും എല്ലാം മറിച്ച് നശിപ്പിച്ചിട്ടേച്ച് പോവുക. അടുത്ത മന്ത്രിസഭ വരുമ്പോൾ ഇവർ ഇത് മുഴുവൻ വൃത്തികേടായിട്ട് കിടക്കണം എന്നുള്ള ഒരു വാശിയുള്ള പോലെയാണ്. നമ്മളൊന്ന് പോയി കാണേണ്ടതാണ്. ശരിക്കും ഒരു യുദ്ധക്കളം പോലെയാണ് ഈ ഒരു മന്ത്രിസഭ ഒഴിഞ്ഞിട്ട് അടുത്ത മന്ത്രിസഭ വരുമ്പോഴുള്ള ഈ മന്ത്രിമാരുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒന്ന് കാണേണ്ടതാണ്. അപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ആദ്യം തന്നെ സെക്രട്ടേറിയറ്റോട് പൊക്കാൻ ഗണേശനോട് പറഞ്ഞു. ഗണേശൻ വന്നു. ഗണേശൻ വന്നിട്ട് നേരെ മുഖ്യമന്ത്രിയുടെ മുറിയിലോട്ട് വരുന്നു. മുഖ്യമന്ത്രിയുടെ മുറി ഒരു മുഴുവൻ തകർത്തിട്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരു കസേര പിടിച്ച് ഗണേശൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പോഴത്തേനാണ് ഞങ്ങളവിടെ അങ്ങോട്ട് വരുന്നത്. അവിടെ വരുമ്പോഴത്തേന് ഗണേശൻ ഇതിനകത്ത് കയറി ഇരിപ്പുണ്ടെന്ന് നമുക്ക് വിവരം കിട്ടി. അപ്പോൾ അവിടെ കയറി ഞാൻ നോക്കുമ്പോൾ പുള്ളി അതിനകത്തിരിക്കുക, പുള്ളിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അതേ സാധാരണ മന്ത്രിമാർ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഇങ്ങോട്ടല്ല വരുന്നത്, നേരെ ക്യാബിനറ്റ് റൂമിലേക്ക് പോയാൽ മതി, തൊട്ടടുത്താണ് ക്യാബിനറ്റ് റൂം. അപ്പോൾ എവിടെയാണ് ക്യാബിനറ്റ് റൂം എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അപ്പുറത്താണ്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ, അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തകരെ ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇങ്ങനെ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്തു. ഞങ്ങളെല്ലാവരും കൂടിയാണ് അദ്ദേഹത്തെ ആനയിച്ച് നേരെ ക്യാബിനറ്റ് റൂമിലേക്ക്, ആദ്യമായിട്ട് ക്യാബിനറ്റ് റൂമിൽ കയറുന്നത് ഗണേശനാണ്. പിന്നീട് മന്ത്രിമാരൊക്കെ വന്നു. അദ്ദേഹം പിന്നീട് ഇവിടുത്തെ എല്ലാ പത്രക്കാരുടെയും വളരെ അടുത്ത ആളായി. അത് നല്ല കാര്യം. അദ്ദേഹം വളരെ എല്ലാവരുമായിട്ട് നന്നായിട്ട് പെരുമാറുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യകാലത്ത് ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട്. ഇതായത് ക്യാബിനറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു പഴയ കാര്യം ഓർത്തതാണ്. എൻ്റെ ആദ്യത്തെ ബൈലൈൻ സ്റ്റോറി, മനോരമ വന്ന ശേഷമുള്ള ആദ്യത്തെ ബൈലൈൻ സ്റ്റോറി, അന്ന് കരുണാകരൻ്റെ മന്ത്രിസഭയുടെ കാലത്താണ്. കെ കരുണാകരൻ്റെ മന്ത്രിസഭയുടെ ടൂറിസം നയമാണ് എക്സ്ക്ലൂസീവായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് രഞ്ജി കുര്യാക്കോസ് എന്ന് പറഞ്ഞൊരു ബൈലൈൻ മലയാള മനോരമയിൽ അച്ചടിച്ചു വരുന്നത്. മെയിൻ സ്റ്റോറി ആയിരുന്നു, ഞങ്ങളുടെ ലീഡ് സ്റ്റോറി ആയിരുന്നു അത് അടിച്ചു വന്നത്. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കെ വി തോമസ് മാഷായിരുന്നു അന്ന് ടൂറിസം മന്ത്രി എന്ന് എനിക്ക് തോന്നുന്നു. അന്നത്തെ കാലത്ത് അത് പൂർണ്ണമായിട്ട് എനിക്ക് മന്ത്രിസഭ ക്യാബിനറ്റിനകത്ത് പാസ്സാക്കിയ ഒരു സാധനം സെക്രട്ടേറിയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് ആ രേഖ കിട്ടിയിട്ട് കൊടുത്തതാണ്. സെക്രട്ടറിമാർ പലരും അന്നത്തെ സെക്രട്ടറിയാണ് പൂർണ്ണമായിട്ട് തന്നത്. അന്നത്തെ സെക്രട്ടറി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ഇന്നത്തെ സെക്രട്ടറിയാണ് എനിക്കത് തന്നത്. അത് ഇപ്പോൾ സർവീസിലൊന്നും ഇല്ല. സെക്രട്ടറിമാർ ഇതുപോലെ വാർത്തകൾ തന്നിരുന്നു. അവർക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്നു, തരാൻ ധൈര്യം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സെക്രട്ടറിമാർക്ക് ധൈര്യം ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും സെക്രട്ടറിമാർ തന്നിരുന്നു. പല വാർത്തകളും നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ചീഫ് സെക്രട്ടറിമാരോട് ക്യാബിനറ്റിലെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ചില മന്ത്രിമാർക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് കൃത്യത ഉണ്ടാവില്ല. അപ്പം ചിലപ്പം ഈ ക്യാബിനറ്റ് നോട്ട് അവിടുന്ന് എഴുതി ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് വന്നും കാണത്തില്ല. ഡ്രാഫ്റ്റ് കാണും, പക്ഷെ തീരുമാനം എടുത്തത് എന്താണെന്ന് അതിൽ ചിലപ്പോൾ കാണില്ല. നമ്മൾ ഫയലെടുത്ത് നോക്കുമ്പം ഇന്ന കാര്യങ്ങൾ തീരുമാനിക്കാവോ എന്ന് മാത്രമേ ഒരു ക്യാബിനറ്റ് നോട്ടിലുള്ളൂ. അപ്പോൾ തീരുമാനം എടുത്തെങ്കിൽ എടുത്തു എന്ന് എഴുതിയിട്ട് വേണം അത് പിന്നീട് മിനിറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ മിനിറ്റ്സ് ആയിട്ട് വരുമ്പോൾ ആ മിനിറ്റ്സ് തയ്യാറാക്കുന്ന ആൾ ചീഫ് സെക്രട്ടറിയുടെ അദ്ദേഹത്തിന് മാത്രമേ ഇത് അറിയാവുള്ളൂ. പല ചീഫ് സെക്രട്ടറിമാരും, നട്ടലുള്ള പല ചീഫ് സെക്രട്ടറിമാരും ഭരിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അവരാരോടും ചോദിക്കില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ രഹസ്യമൊന്നുമില്ലല്ലോ. ഇന്ന കാര്യം തീരുമാനിച്ചോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് ഇന്ന കാര്യം തീരുമാനിക്കാവോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സാർ അത് തീരുമാനിച്ചോ ഇല്ലയോ? പറഞ്ഞാൽ അയ്യോ അത് തീരുമാനിച്ചു, അല്ലെങ്കിൽ അത് തള്ളിക്കളഞ്ഞു, അടുത്ത ക്യാബിനറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. മാറ്റി വെച്ചിരിക്കുന്നതിന് കാരണം എന്താ? ഇന്ന കാരണം കൊണ്ടാണ് മാറ്റി വെച്ചത്. ഇത്രയും പറഞ്ഞിരുന്ന ചീഫ് സെക്രട്ടറിമാരുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോഴത്തെ IAS-കാർക്കും ഭയങ്കര പേടി. IAS-ന് അകത്തുള്ള ഗ്രൂപ്പിസം, പ്രശ്നങ്ങൾ, ഇതെല്ലാം അവർക്ക് ഭയമാണ്. അവർ സർവീസിൽ നിന്ന് പഴയ്ക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുമൊന്നുമില്ല. ഇപ്പോഴത്തെ IAS-കാരെല്ലാം മിടുക്കരൊക്കെ തന്നെയാണ്. പക്ഷെ ജീവിച്ചു പോകണം എന്നുള്ളതുകൊണ്ട് അവരെല്ലാം വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നമുക്ക് പഴയ പോലെ പത്രക്കാരെ വിശ്വസിക്കാനും പറ്റില്ല. നമ്മൾ ഈ പഴയ നമ്മൾ തല പോയാലും നമ്മുടെ സോഴ്സ് നമ്മൾ വെളിപ്പെടുത്തുകയില്ലല്ലോ. അന്നത്തെ കാലത്ത് നമ്മൾ എന്ന് മാത്രമല്ല, ഇത് പറഞ്ഞു വരുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ക്യാബിനറ്റിൻ്റെ ഒക്കെ കാര്യങ്ങളും അല്ലാതെയുള്ള നമ്മുടെ സോഴ്സുകളിലൊക്കെ ചെല്ലുമ്പോഴും ഒരുപാട് രഹസ്യങ്ങൾ
പല ആളുകളും പറയും, മന്ത്രിമാർ പറയും, രാഷ്ട്രീയ നേതാക്കന്മാർ പറയും, സെക്രട്ടറിമാർ പറയും, എന്നിട്ട് പറയും ഇതൊന്നും നിങ്ങൾ എഴുതരുത് കേട്ടോ എന്ന് പറയും. നമ്മളാരും എഴുതുകയില്ലായിരുന്നു, ഒരു സാധനം എഴുതുകയില്ല, നമ്മുടെ തല പോയാലും എഴുതുകയില്ല. പിന്നീട് വലിയൊരു സംഭവം ഉണ്ടായി വരുമ്പോൾ പറയും അത് ഞങ്ങൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ഞങ്ങളോട് ഇന്ന ആൾ പറഞ്ഞിരുന്നു, നമ്മൾ എഴുതരുതെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് എഴുതിയില്ല. അപ്പോൾ നമ്മുടെ എഡിറ്റർമാർ ചോദിക്കത്തില്ല ഒരാൾ എഴുതരുതെന്ന് പറഞ്ഞ കാര്യം നമ്മൾ എഴുതാത്തത് എന്തുകൊണ്ട് എന്ന് ഒരു എഡിറ്ററും ചോദിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കൾച്ചർ അതല്ലല്ലോ, അറിയാവുന്ന കാര്യങ്ങളും അതിനപ്പുറത്തുള്ള കാര്യങ്ങളും കൂടി ഉണ്ടാക്കി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് നമ്മുടെ എഡിറ്റർമാരെ നമ്മളതിന് എഡിറ്റർമാരന്ന് സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിൽ നമ്മളത് എഴുതാൻ നിർബന്ധിതരായത്. ഇന്ന കാര്യങ്ങൾ അവിടെ ഇന്ന സംഭവങ്ങൾ നടന്നു, പക്ഷെ ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് പറഞ്ഞതെന്ന് അറിയും, അതുകൊണ്ട് നിങ്ങൾ ഇത് എഴുതരുതെന്നൊരു വ്യക്തി പറഞ്ഞാൽ നമ്മൾ എഡിറ്ററോട് പറയാം എൻ്റെ സംഭവം ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ എഴുതരുതെന്ന് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. അത് മാന്യമായ പത്രപ്രവർത്തനമായിരുന്നു അന്ന് നടന്നിരുന്നത്. ആ മാന്യതയൊക്കെ പോയപ്പം നമ്മളോടുള്ള ഇടപെടലിലും മാറ്റം വന്നു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ആരെയും അതിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എല്ലാ മേഖലകളിലുമുള്ള ഒരു അപജയം ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നേ പറയാൻ പറ്റൂ. അത് പറഞ്ഞു വരുമ്പം നിയമസഭാ റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. നിയമസഭയിൽ ഞാൻ നിയമസഭാ റിപ്പോർട്ടിങ് തുടങ്ങുന്നത് സീനിയർ ആയ ശേഷം. ആദ്യം ജൂനിയർ ആയിരുന്നപ്പോൾ നമ്മൾ നിയമസഭയിലൊന്നും പോകണ്ട. പക്ഷേ ജൂനിയർ ആയിരുന്ന കാലഘട്ടത്തിൽ നിയമസഭയിൽ പെട്ടുപോയ ഒരു സംഭവമുണ്ട്. നമ്മുടെ നിയമസഭാ സമിതിയുടെ എസ് പത്മകുമാർ, അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനെതിരെയുള്ള ഒരു നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് എനിക്ക് എക്സ്ക്ലൂസീവായിട്ട് കിട്ടി. ഇത് ഞാൻ വലിയ സ്റ്റോറിയായിട്ട് തയ്യാറാക്കി വാർത്തയാക്കി മനോരമയുടെ 1-ാം പേജിൽ വലിയ വിശാലമായ 8 കോളത്തിൽ അടിച്ചു വന്നു. ഈ സമിതി റിപ്പോർട്ട് സ്പീക്കർക്ക് സമർപ്പിച്ചിട്ടില്ലായിരുന്നു. ഇത് നമ്മൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല. നമുക്ക് ഈ സാധനം കിട്ടി, ഡ്രാഫ്റ്റ് കിട്ടി, അത് വെച്ച് അടിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം മുൻ ചീഫ് സെക്രട്ടറിയും കൂടിയാണല്ലോ അദ്ദേഹം. ഇത് വലിയ വാർത്തയായിട്ട് പത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നിയമസഭയിൽ വലിയ പ്രശ്നമായി. നിയമസഭാ സമിതിയിലെ 1-2 പേര് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തു. അന്ന് PP തങ്കച്ചനാണ് സ്പീക്കർ. അപ്പം ഞങ്ങളുടെ ബ്യൂറോ ചീഫ് അന്ന് D വിജയകുമാർ സാറാണ്. അപ്പം വിജയകുമാർ സാർ എന്നെ വിളിച്ച് പറഞ്ഞു, രഞ്ജി ആകെ പ്രശ്നമായല്ലോ, കുഴപ്പമാണ്, ഇത് അവകാശ ലംഘനമാവും, ആ റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ റെസിഡന്റ് എഡിറ്റർ അന്ന് ചുമാർ സാറാണ്. ചുമാർ സാറ് പിന്നെ എന്ത് സംഭവിച്ചാലും കുലുക്കമില്ലാത്തൊരു മനുഷ്യനാണ്. അതൊക്കെ ഒന്നും സാരമില്ല, എന്നാലും തനിക്കറിയില്ലായിരുന്നല്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു, ഞാൻ ജൂനിയർ ആണല്ലോ, എനിക്കിങ്ങനെ ഒരു സംഭവം അറിയില്ലായിരുന്നു. ഏതായാലും റിപ്പോർട്ട് സത്യമാണല്ലോ, അത് നിയമസഭ വെക്കുന്നതിന് മുമ്പ് കൊടുത്തു എന്നുള്ളതല്ലേ നമുക്ക് സംഭവിച്ച തെറ്റ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, താൻ ധൈര്യമായിട്ടിരുന്നോളാൻ ചുമാർ സാറ് പറഞ്ഞു. അത് കഴിഞ്ഞ് വിജയകുമാർ സാറ് ഇത് ആ കുഴപ്പമാവും, ഞാൻ തൂങ്ങുമെന്നുള്ളൊരവസ്ഥയായി. നമ്മുടെ എഡിറ്റർ വരെ തൂങ്ങും. അന്ന് കെ മാത്യു സാറ്, മാത്തുക്കുട്ടിച്ചാനാണ് ചീഫ് എഡിറ്റർ, അദ്ദേഹത്തിനെതിരെ വരെ നടപടി എടുത്തേക്കും എന്നുള്ളൊരു അവസ്ഥയിൽ വിജയകുമാർ സാർ ഇടപെട്ടു. PP തങ്കച്ചനും വിജയകുമാർ സാറും തമ്മിൽ വലിയ അടുപ്പമാണ്. അവസാനം ഇവർ തമ്മിൽ സംസാരിച്ചു. ഏതായാലും തങ്കച്ചൻ സാർ ഒരു ഉപകാരം ചെയ്തു, പരസ്യമായിട്ട് അവിടെ വെച്ച് പറഞ്ഞ് മനോരമയിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, അത് തികച്ചും അവകാശ ലംഘനമാണ്, ഇതിന് 2 അവകാശ ലംഘന നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പരിശോധിച്ചു, ശരിയാണ്, നിയമസഭ വെക്കുന്നതിന് മുമ്പ് അത് റിപ്പോർട്ട് ചെയ്തത് തെറ്റായിപ്പോയി, അതുകൊണ്ട് ഞാൻ കർശനമായി താക്കീത് ചെയ്യുന്നു, മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് അത് പരസ്യമായിട്ട് നിയമസഭാ റിപ്പോർട്ടിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിൽ എൻ്റെ പേര് പരാമർശിക്കുകയും കർശനമായ താക്കീത് നേടുകയും ചെയ്യേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് നിയമസഭയിൽ അന്ന് വിജയകുമാർ സാറാണ് പ്രധാനമായിട്ട് നമ്മുടെ ഒരു ബ്യൂറോ ചീഫ്. ആദ്യകാലത്ത് ഞാനിവിടെ വരുമ്പോൾ ജോയി ശാസ്താംപടിക്കൽ എന്ന് പറഞ്ഞാൽ ജോയി ഏട്ടൻ, ഞങ്ങളൊക്കെ ജോയി ഏട്ടൻ എന്ന് വിളിക്കുന്ന, അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല, വിജയകുമാർ സാറും ജീവിച്ചിരിപ്പില്ല. ജോയി ഏട്ടനായിരുന്നു ആദ്യകാലത്ത് ബ്യൂറോ ചീഫ്, ചുമാർ സാറായിരുന്നു റെസിഡന്റ് എഡിറ്റർ, പിന്നീട് വിജയകുമാർ സാറായി. പിന്നെ ദീർഘകാലം, ഏറ്റവും കൂടുതൽ കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ജോൺ മുണ്ടക്കയത്തിൻ്റെ കൂടെയാണ്. അദ്ദേഹം എനിക്കൊരു ബ്രദറിനെ പോലെയാണ്, എൽഡർ ബ്രദറിനെ പോലെയാണ്. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായിട്ട് കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ബ്യൂറോയുടെ പ്രവർത്തനങ്ങൾ നോക്കിയിരുന്നത് ഞാനായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2 പതിറ്റാണ്ടിലേറെ നിയമസഭയിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ലേഖകൻ എന്ന നിലയിൽ ഒരുപാട് പ്രക്ഷുബ്ധ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിയമസഭയിലെ പരസ്പരം ഭരണപക്ഷവും പ്രതിപക്ഷവും ഏറ്റുമുട്ടുന്ന ഒരുപാട് കാഴ്ചകൾ. പ്രതിപക്ഷം രാത്രിയിൽ വീട്ടിൽ പോകാതെ അതിനകത്ത് തന്നെ കുത്തിയിരിപ്പ്, വീട്ടിൽ പോകാതെ ബെഡും ഒക്കെ കൊണ്ടുവന്നിട്ട് സമരം ചെയ്ത അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് KP വിശ്വനാഥൻ്റെ രാജി, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് KP വിശ്വനാഥൻ
അനാവശ്യമായ ചില ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹം വലിയ രാജിവെക്കുന്നത് നേരിട്ട് കണ്ടതാണ്. ഒരു വ്യക്തിക്കെതിരെ ഒരു അടിസ്ഥാനരഹിതമായ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുക, വലിയ ബഹളം വെക്കുക. അപ്പോൾ അവിടെ വെച്ച് തന്നെ അദ്ദേഹം ആദർശത്തിൻ്റെ പേരിൽ രാജി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച. പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു ഈ ആരോപണം പൂർണ്ണമായിട്ടും അടിസ്ഥാനരഹിതമായിരുന്നു. ഒരിക്കലും അന്ന് വനം മന്ത്രിയായി കെ പി വിശ്വനാഥൻ, ഒരിക്കലും ഒരു മന്ത്രി ഇപ്പോഴത്തെ കാലത്ത് കെ പി വിശ്വനാഥനെ പോലെ അങ്ങനെ രാജിവെക്കുന്നത് തോന്നുന്നില്ല. അത് പിന്നീട് ഉമ്മൻചാണ്ടി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വീഴ്ചയാണ് വിശ്വനാഥനെ അന്നേരം രാജിവെച്ചപ്പം വേണ്ടാന്ന് ഞാൻ പറയേണ്ടതായിരുന്നു. കെ പി വിശ്വനാഥനെതിരെ അന്നത്തെ കാലത്തെ പല ആരോപണങ്ങളും ഇതുപോലെയാണ്. ചുമ്മാ വെറുതെ കുറേ കോടികളുടെ ആരോപണം ഉന്നയിക്കും. അത് കഴിഞ്ഞ് അതിലൊരു മരിച്ചുപോയ ഒരു MLA പിൽക്കാലത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വെറുതെ അവനെതിരെ വെറുതെ അങ്ങ് പറഞ്ഞതാണ്, ഏറ്റാലേക്കട്ടെ എന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പം അതുപോലെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോഴാണെങ്കിൽ അതിനൊക്കെ രേഖയില്ലാതെ ഒന്നും ഒരു മന്ത്രി അവസാനം വരെ കടിച്ചു തൂങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ കെ പി വിശ്വനാഥനെതിരെ എനിക്ക് വളരെ ദുഃഖം തോന്നിയൊരു സംഭവമാണ്. അദ്ദേഹം നിയമസഭയെ ഇളകി മറിയുകയാണ്. കെ പി വിശ്വനാഥനെതിരെ ആരോപണം, ഞാൻ വനം മന്ത്രി എന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞിട്ട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവസാനം സഹിയിട്ട് അദ്ദേഹം അവിടെ തന്നെ വെച്ച് തന്നെ പറയാം ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അന്വേഷണം നടത്തിയപ്പം എല്ലാവിധ അന്വേഷണങ്ങളും നടത്തി. അപ്പോൾ അറിയുന്നു ഇദ്ദേഹം ഇതിനകത്ത് അറിഞ്ഞിട്ട് പോലുമില്ല, ഈ സംഭവത്തിൽ ഇദ്ദേഹം പൂർണ്ണമായ നിരപരാധിയായിരുന്നു. അപ്പോൾ ഈ രാജിക്ക് ആരാണ് ഉത്തരവാദി? ഉമ്മൻചാണ്ടി സാർ പിന്നീട് പറഞ്ഞിട്ടുമുണ്ട് അക്കാര്യം. ഇത്തരം ഒരുപാട് സംഭവങ്ങൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മികച്ച പാർലമെന്റേറിയന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നത് TM ജേക്കബ് സാറിൻ്റെ പ്രകടനമാണ്. ജേക്കബ് സാറ് UDF-ൻ്റെ കൂടെ നിന്നപ്പോഴും ഭയങ്കരമായിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി സാറിനെതിരായല്ലോ, ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ചില പ്രസംഗങ്ങളുണ്ട്. TM ജേക്കബിൻ്റെ പ്രസംഗങ്ങൾ വലിയ ഞെട്ടിപ്പിക്കുന്നതാണ്. അത് ഓരോന്ന് അവതരിപ്പിക്കുന്നത് വലിയ രസകരമായിട്ടാണ്, നമ്മളിങ്ങനെ കേട്ടിരിക്കും. അതുപോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രസംഗം പുറത്ത് നമ്മൾ മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗം വളരെ മോശമാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രസംഗം ഒട്ടും രസമല്ല. നമ്മളൊരു പൊതുയോഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലോ പ്രസംഗിക്കുന്നത് ഒട്ടും രസമല്ല. പക്ഷേ നിയമസഭയിൽ ഗംഭീര പ്രകടനമാണ്. നമ്മളിങ്ങനെ കേട്ടിരിക്കും. ഒരു ആരോപണങ്ങൾക്കൊക്കെ അദ്ദേഹം പറയുന്ന മറുപടി, പ്രത്യേകിച്ച് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞപ്പോഴും വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഈ ആരോപണത്തിന് മുമ്പ് ഞാൻ മുട്ടുമടക്കുന്ന പ്രശ്നത്തിൽ നടപ്പാക്കിയിരിക്കും എന്ന് പറഞ്ഞാൽ ആ സ്റ്റൈലില്ല. നിയമസഭയിൽ നമ്മൾ പുറത്ത് കാണുന്ന ഉമ്മൻചാണ്ടിയെ അല്ല നമ്മൾ നിയമസഭയിൽ കാണുന്നത്. അത് TM ജേക്കബ്, ഉമ്മൻചാണ്ടി, PT തോമസ് ഇതുപോലെ തന്നെ തീപ്പൊരിയായിരുന്നു. കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം, ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. എതിർപക്ഷത്തെ വെള്ളം കുടിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ LDF-ലും നന്നായിട്ട് അവതരിപ്പിക്കും. ഓരോ കാലഘട്ടത്തിലും അവിടെ മാറി വരും. ഇതുപോലെ അല്ലല്ലോ, MLA-മാർ മാറി വരുന്നതുകൊണ്ട് പുതിയ ആളുകളെയാണ് അവർ കൂടുതൽ ഏൽപ്പിക്കുന്നത്. അത് LDF-ലും നല്ല ശക്തമായിട്ട് അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ TM ജേക്കബ് എന്ന വ്യക്തിയെയും ഈ PT തോമസിൻ്റെ പ്രകടനമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ പുതിയ ആളുകളിൽ ഇപ്പോഴുള്ള PC വിഷ്ണുനാഥൊക്കെ നല്ല മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന, ഷാഫി, PC വിഷ്ണുനാഥൊക്കെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നവരാണ്. അവർക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടവരാണല്ലോ. അതുകൊണ്ട് അവരെക്കുറിച്ച് നമ്മളിപ്പോഴേ പറയുന്നില്ല. പഴയ ആളുകളിൽ ഏറെ ഇഷ്ടപ്പെട്ട മരിച്ചുപോയവർ രണ്ടുപേരെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും നല്ല പാർലമെന്റേറിയന്മാരായിട്ട് തോന്നുന്നത്. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ക്രിയാത്മകമായ ചർച്ച നടക്കേണ്ടത് ഈ ബില്ലുകളുടെ നിയമനിർമ്മാണത്തിലാണ്. കാരണം ഉണ്ടാക്കുന്ന നമ്മളവിടെ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ഡ്രാഫ്റ്റ് ബില്ലിനകത്ത് ഒരുപാട് പിഴവുകൾ കാണും. അതൊക്കെ തപ്പിപ്പിടിച്ച് TM ജേക്കബ് സാറിനെ പോലെയുള്ളവരൊക്കെ തപ്പിപ്പിടിച്ച് തന്നെ കുഴപ്പങ്ങൾ അതിനകത്തുണ്ട്. തിരുത്തിയില്ലെങ്കിൽ വലിയ കുഴപ്പം, ഇതൊന്നും കോടതിയിൽ പോലും നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാട്ടി അതെല്ലാം തിരുത്തി വേണം ഒരു കുറ്റമറ്റ നിയമം പാസ്സാക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പം എന്തെങ്കിലും ഗവൺമെൻറ് ഒരു ഡ്രാഫ്റ്റ് ബില്ല് കൊണ്ടുവരും, അത് ലോ വായിക്കുന്നുണ്ടോ അതോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കി അതേപടി വരികയാണോ എന്നറിയില്ല. അതിനകത്ത് ഒരുപാട് 100 കണക്കിന് പിഴവുണ്ടാവും. ആ സമയത്ത് നിയമസഭ ബഹളമായിരിക്കും, ശബ്ദ വോട്ടോടെ ബില്ല് പാസ്സാകുന്നു. ഈ ബില്ലിനകത്തെ പല വ്യവസ്ഥകളും മുഴുവൻ തെറ്റാണ്. അതൊന്നും നിലനിൽക്കുകയില്ലാത്ത പല മണ്ടത്തരങ്ങളും പല ബില്ലുകളിലും ഉണ്ട്. അപ്പോൾ ക്രിയേറ്റീവായിട്ട് നിയമനിർമ്മാണം നടത്തേണ്ടത്, നിയമസഭ എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും നിയമനിർമ്മാണം നടത്താനുള്ള ഒരു വേദിയാണല്ലോ. അപ്പോൾ അവിടെ നടക്കേണ്ടത് ഈ നിയമനിർമ്മാണമാണ്. ഒരു ഡ്രാഫ്റ്റ് ബില്ല് വന്നു കഴിഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് ബില്ലിൻ്റെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് അത് പിന്നീട് മറുപടി സമയത്ത് ഇതെല്ലാം മാറ്റുന്നുണ്ടെന്ന് മന്ത്രി മറുപടി പറഞ്ഞ് അതെല്ലാം ഓരോ ഭേദഗതി വരുത്തി കുറ്റമറ്റ ഒരു നിയമം കൊണ്ടുവരേണ്ട സ്ഥാനത്ത് അപ്പോഴത്തേന് ഈ നിയമസഭയിൽ രാവിലെ എന്തെങ്കിലും ബഹളം ഉണ്ടാവും, അടിയന്തര പ്രമേയം വരും, സഭ പിരിയുന്നതിന് വോട്ടിനിട്ട് പെട്ടെന്ന് വോട്ടിനിടാതെ ചർച്ചയില്ലാതെ ഈ ബില്ലുകളെല്ലാം അങ്ങ് പാസ്സാക്കുക. അപ്പം ചുട്ടെടുക്കുന്ന പോലെ 3 ബില്ലുണ്ടാവും, 3 ബില്ലും അങ്ങ് പാസ്സാക്കുക.
ഈ ബില്ലിനകത്ത് പിഴവല്ല അതേപടി നിൽക്കുന്നു. ഇതാണ് ഇപ്പോൾ നിയമസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ വന്നു കഴിഞ്ഞാൽ ചോദ്യോത്തര വേളയിൽ മുതലേ ബഹളമാണ്. അപ്പോൾ പണ്ടൊന്നും ചോദ്യോത്തര വേളയിൽ ബഹളമില്ലായിരുന്നു, ഇപ്പോൾ ചോദ്യോത്തര വേളയിലും ബഹളം തുടങ്ങിയിട്ടുണ്ട്. സീറോ ഓവറിൽ എപ്പോഴും ബഹളമാണ്. ശൂന്യവേളയിൽ ഭയങ്കര ബഹളം, വോക്കൗട്ട്. നമുക്കറിയാം വോക്കൗട്ട് വരാമെന്ന്. വോക്കൗട്ട് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ കയറി വരും, ഇനി അടുത്ത വിഷയം പറയും, വീണ്ടും വോക്കൗട്ട്. ഇതിങ്ങനെ ഒരു ഇതിൽ ആർക്കും ഒരു താല്പര്യമില്ല. എങ്ങനെയും വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും എങ്ങനെയും വീട്ടിൽ പോയാൽ മതി ഒരു ചിന്തയിലാണ് MLA-മാരെല്ലാം നിൽക്കുന്നത്. നമുക്ക് കാണുമ്പോൾ അറിയാം, എല്ലാവരും ബാഗൊക്കെ എടുത്താണ് നിൽക്കുന്നത്. നമുക്കിതൊന്ന് അവസാനിപ്പിച്ചിട്ട് പെട്ടെന്ന് പോയാൽ മതി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു പഴയതിന് ഒരുപാട് താഴോട്ട് പോന്നിട്ടുണ്ട്. ഈ സാമാജികരുടെ ഒരു നിലവാരം താഴോട്ട് പോന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതൊരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ഒരു സബ്ജക്റ്റ് സിനിമയാണ്. സിനിമ എനിക്കേറെ ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. ഞാൻ പഠിക്കുന്ന കാലം മുതലേ സിനിമയുടെ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഫ്രീലാൻസറായിട്ട്. ആ കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്താണ് പത്മഭൂഷൺ, നമ്മുടെ പ്രേമനസീറിന് പത്മഭൂഷൺ കിട്ടുന്നത്. അന്ന് ഞാൻ അദ്ദേഹത്തെ ഈ കാര്യനിസ്സാരം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് പോയി ഇൻ്റർവ്യൂ ചെയ്തു. പ്രേംനസീറിൻ്റെ ജീവിതത്തിലെ 3 പ്രധാന ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. കാര്യനിസ്സാരം ഇറങ്ങുന്ന സമയത്ത് കോലഞ്ചേരിയിലായിരുന്നു ഷൂട്ടിങ്. അത് ഞാൻ ഒരു കോളേജ് പഠിക്കുന്ന കാലമാണ്. ഇതുപോലെ ഒരു വിനയമുള്ള ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം 2ാമത്തെ നിലയിൽ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഇറങ്ങി വരും. ദീപികയ്ക്ക് വേണ്ടിയാണ്, ദീപിക വാരികയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പത്മഭൂഷൺ കിട്ടിയ പ്രേംനസീറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനാണ് ഞാൻ പോകുന്നത്. ഫോട്ടോഗ്രാഫറും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നു എന്ന് അദ്ദേഹത്തെ അറിയിക്കുന്നു. അദ്ദേഹം 2ാമത്തെ നിലയിലുണ്ട്. ഞാൻ കൊച്ചു പയ്യനാണ്, കോളേജ് പഠിക്കുന്ന കാലമാണല്ലോ. അപ്പം അദ്ദേഹം ഞാൻ വരുന്നു, വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അദ്ദേഹം മൂളിൽ നിന്ന് ഇറങ്ങി വരുന്നു, ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ്. ഞാൻ ആദ്യമായിട്ട് പ്രേംനസീറിനെ കാണുക. നമ്മൾ വളരെ മനസ്സിൽ വലിയ ഒരു ബിംബം പോലെ കാണുന്ന മനുഷ്യൻ അദ്ദേഹം ഇറങ്ങി വരിക. അദ്ദേഹം ഇറങ്ങി വരുന്നതിനെ കൈകൂപ്പിക്കൊണ്ടാണ്, നമ്മളെ ഇങ്ങനെ വണങ്ങിക്കൊണ്ടായി. ഒരു കൊച്ചു പയ്യനായ ഞാനും ഒരു കൊച്ചു പയ്യനായിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. വന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങളെ ഇരുത്തിയത് ക്ഷമിക്കണം, ഞാൻ സംസാരിക്കാം, ഷോട്ടിന് മുമ്പ് സംസാരിക്കാം. മേനോനെ, ബാലേന്ദ്ര മേനോനാണ് സംവിധായകൻ. മേനോനെ, ഞാൻ ഇവരോട് സംസാരിക്കാമല്ലോ, ഉടനെ എനിക്ക് ഷോട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മേനോൻ പറഞ്ഞു, സാർ സംസാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സംസാരിക്കുന്നത് എന്തൊരു വിനയമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് ഞാൻ ഓർത്തു. അന്ന് ഞങ്ങൾ എൻ്റെ ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇടയ്ക്കൊരു സിനിമയുടെ എന്തോ ഒരു ഷോട്ടിന് വിളിച്ചു, അതിന് പോയി. കാര്യനിസ്സാരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന കാലഘട്ടം. അത് കഴിഞ്ഞ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഹരിപ്പാട് കൊട്ടാരത്തിൽ വെച്ച് ദൈവത്തെ ഓർത്തെന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ്. അന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് സിനിമയിൽ നിന്ന് പോയി. സിനിമയിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് ഔട്ടായ ഒരു സമയത്ത്, അദ്ദേഹം കത്തിരുന്ന സമയത്ത്, ഔട്ടായ സമയത്ത്. അപ്പോൾ ആ പഴയ വളരെ ഒരു നിരാശയായിരുന്നു അദ്ദേഹത്തിന്. സിനിമയിൽ നിന്ന് മാറി. പക്ഷേ ദൈവത്തെ ഓർത്തൽ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിന് നല്ലൊരു വേഷമുണ്ട്. അപ്പോൾ അവിടെ ഹരിപ്പാട് കൊട്ടാരത്തിലകത്തൊരു ആട്ടുകെട്ടിലുണ്ട്, അതിലിരുന്ന് ഇങ്ങനെ ഇദ്ദേഹം ആടുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. എന്നാലും സിനിമയിലെ ഒന്നും വേഷങ്ങളില്ലാത്തതിൻ്റെ ഒരു നിരാശ ഉണ്ടെങ്കിൽ പോലും അന്നും അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റത്തിലൊന്നും ഒരു മാറ്റമില്ല. ആ വ്യക്തി അതുപോലെ തന്നെ. പിന്നെ 3ാമത് പ്രേംനസീറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന ശേഷമാണ്. കോൺഗ്രസിൻ്റെ നേതാവായ ശേഷം തിരുവനന്തപുരത്ത് അദ്ദേഹം ഇലക്ഷൻ പ്രചാരണത്തിന് വന്നപ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ 3 തവണ പ്രേംനസീറിനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത് വലിയൊരു എന്താ പറയുക, അദ്ദേഹം ആ കാലഘട്ടത്തിൽ എന്നെപ്പോലെ ഒരാളിന് കിട്ടാവുന്ന ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്. മാത്രമല്ല ഇത്രയും നല്ല ഒരാൾ. പിന്നെ ഈ സിനിമ കൈകാര്യം ചെയ്തതുകൊണ്ട് എനിക്കുണ്ടായ വേറൊരു ഭാഗ്യം, ദേവരാജൻ മാഷുമായിട്ടൊരു വലിയ അടുപ്പം ഉണ്ടാക്കാൻ സാധിച്ചു. ഞാൻ ഈ പാട്ടുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ദേവരാജൻ മാഷ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇതിഹാസം. അദ്ദേഹം തിരുവനന്തപുരത്ത് കരമനെ വന്ന് താമസം തുടങ്ങി. അപ്പോൾ ദേവരാജൻ മാഷിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, അദ്ദേഹം ആർക്കും ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കത്തില്ല, പത്രക്കാരെ അടുപ്പിക്കത്തുമില്ല. നമുക്ക് ഇതിനെക്കുറിച്ച് വിവരമില്ലെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അടുപ്പിക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ ചെന്ന് നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും. അടുക്കാനൊരു മാർഗ്ഗവുമില്ല, ഭയങ്കര ആൾ പുലിയാണല്ലോ, എല്ലാവർക്കും പേടിയാണ്. അപ്പം മാഷെ കാണാൻ പോവും. ആ കാലത്ത് മാഷ് ഇവിടെ മലയാള സംഗീതത്തിൻ്റെ 50ാം വാർഷികം ഇവിടെ സെൻറ്റ് ഹാളിൽ ആഘോഷിക്കുന്ന സമയമാണ്. അത് കവർ ചെയ്തിരുന്ന ഞാനാണ്. അത് നല്ല കവറേജൊക്കെ കൊടുത്തു. ആ സമയത്ത് മാഷിന് അതോടെ സന്തോഷമായി. പിന്നെ കഴിഞ്ഞ് മാഷ് അന്നത്തെ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ കൈ വിറയ്ക്കും. ഒരു പുസ്തകത്തിൽ പ്രിയപ്പെട്ട രഞ്ജി കുര്യാക്കോസിനെ ദേവരാജൻ തരുന്നതെന്ന് പറഞ്ഞൊരു പുസ്തകം എനിക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അത് ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ ഹാൻഡ് റൈറ്റിംഗ് ഉള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം അദ്ദേഹത്തെ കാണാൻ ഞാൻ അവിടെ പോകും. അപ്പോൾ എൻ്റെ മോനുണ്ടായ സമയമാണ്,
എൻ്റെ മൂത്ത മോൻ ഉണ്ടായ സമയമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, രഞ്ജിയുടെ മോനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനെ കൊണ്ടൊന്ന് കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ദിവസം അദ്ദേഹത്തെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരിക്കൽ ഞാനവിടെ ചെല്ലുമ്പം എന്നോട് പറഞ്ഞു, ഞാൻ പരവൂര് പോയപ്പം നല്ല അരിയുണ്ട കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കഴിക്കാൻ തരാം എന്ന് പറഞ്ഞു. അപ്പം ആരുമില്ല അവിടെ, ജോലിക്കാരൊന്നും ഇല്ല. അദ്ദേഹം അകത്ത് കയറി ഏതോ ഭരണിക്കകത്തിട്ട് വെച്ചിരിക്കുന്ന അരിയുണ്ട ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹം തന്നെ പാത്രം കഴുകി കൊണ്ടുവന്ന് നമുക്ക് കൊണ്ടുവന്ന് തരികയും നമ്മളെ കഴിപ്പിക്കും, കൂടെ ഇരുന്ന് കഴിപ്പിക്കും. അങ്ങനെ വളരെ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരുപാട് സ്നേഹം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴും നമുക്ക് ഇതിനകത്തൊരു പത്രക്കാരൻ എപ്പോഴും നമ്മുടെ ആ ജോലിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ എഡിറ്റർമാർക്കും ഉണ്ട്. റഞ്ജിക്ക് മാഷിനോട് ഇത്ര അടുപ്പമാണല്ലോ, അങ്ങനെയാണ് നമ്മുടെ സൺഡേയുടെ കവറായിട്ട് മാഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ എങ്ങനെയാണ് സംഘടിപ്പിക്കണം എന്ന് നമ്മുടെ എഡിറ്റർ പറയുന്നു. മാഷിൻ്റെ അടുത്തോട്ട് ഇത് അവതരിപ്പിക്കാൻ ഒരു മാർഗ്ഗവുമില്ല. ഞാനിങ്ങനെ ഒന്ന് സ്നേഹിച്ചിരുന്ന് ഞാൻ പറഞ്ഞു, മാഷേ നമുക്കൊരു ഇൻ്റർവ്യൂ നടക്കുകയില്ല. 10 വർഷമായി ഞാൻ ഒരുത്തനും ഇൻ്റർവ്യൂ കൊടുക്കുകയില്ല, അത്രക്കാരൊന്നും ഒരു ശരിയല്ല, അന്നേരം ശരിയാകത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ വിട്ടു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ ചെല്ലുമ്പോഴെല്ലാം നമ്മളിങ്ങനെ പറയും, മാഷേ ഇൻ്റർവ്യൂ ഇങ്ങനെ കോട്ടയത്തിൽ നിന്ന് പറയുന്നുണ്ട് ഇൻ്റർവ്യൂ ആണെന്ന്. ഞാൻ പറഞ്ഞതല്ല, ഇൻ്റർവ്യൂ ഞാൻ ഒരുത്തനും ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കത്തില്ല, ഞാൻ ഒരാളൊന്നും സംസാരിക്കില്ല, നമ്മൾ പറയുന്നൊന്നുമല്ല പത്രത്തിൽ. ഇങ്ങനെ പലതവണ ഈ കരമനയുള്ള വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം ഈ കാര്യം അവതരിപ്പിക്കും. എനിക്കൊരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നടക്കത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പലതവണ ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ശരിക്കും മാഷിന് തന്നെ സഹിയിട്ട് കാണും. എന്നോട് പറഞ്ഞു, ഏതായാലും രഞ്ജി എന്നും വന്ന് ശല്യപ്പെടുത്തുകയല്ലേ, ഇങ്ങനെ തന്നെ പറയുന്നത്, എല്ലാ ദിവസവും വന്ന് രഞ്ജി ശല്യപ്പെടുത്തുകയല്ലേ, ഒരു കാര്യം ചെയ്യാം, ആ ചോദ്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ എഴുതി തന്നാൽ ഞാൻ പറയത്തില്ല, ഞാൻ ഉത്തരം എഴുതി തരും, അത് വള്ളി പുള്ളി മാറ്റാതെ മനോരമയിൽ അച്ചടിച്ച് പറയണം എന്ന് പറഞ്ഞു. നമുക്ക് വേറെ മാർഗ്ഗമില്ല, എന്താ മാഷ് എഴുതി തരുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പം മാഷിനെ പോലെ ഒരാൾ 10 വർഷത്തിന് ശേഷം ഒരു ഇൻ്റർവ്യൂ തരികയാണ്, ചോദ്യങ്ങൾ എഴുതി കൊടുക്കുക, അദ്ദേഹം എഴുതി തരും. ഞാൻ 100% എനിക്ക് സന്തോഷം. ഞാൻ പറഞ്ഞു, എൻ്റെ മാഷെ ഞാൻ ചോദ്യം ഏറ്റവും അടുത്ത ദിവസം ചോദ്യം കൊണ്ടുവരാം, എഴുതി തന്നാൽ മതി. അപ്പം അതെനിക്ക് സമയമൊക്കെ എടുക്കും, എനിക്ക് ചോദ്യം എനിക്ക് കൈക്ക് പറയാലുണ്ട്. മധു, അദ്ദേഹത്തിൻ്റെ സഹായി മധു ഉണ്ട്. മധു ഇവിടെ ഉള്ളപ്പോഴേ എനിക്ക് പറ്റുള്ളൂ, എഴുതി തരും. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണം അവൻ എഴുതാൻ. അപ്പോൾ അത് എനിക്ക് സമയം എടുക്കും. ഞാൻ പറഞ്ഞു, എത്ര സമയം വേണേലും എടുത്തു, ഒരു കുഴപ്പമില്ലെന്ന്. ഞാൻ കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കി അത് അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തു, തൊട്ടടുത്ത ദിവസം തന്നെ. കാരണം ഇനി എപ്പോഴാണ് നിലപാട് മാറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കൊടുത്തു, അവിടെ ഇരിക്കുന്നു. നമുക്ക് പിന്നെ ഇത് ആൻസർ തയ്യാറാക്കിയെന്ന് ചോദിക്കാൻ നമുക്കൊരു പേടി. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ പോകും. അവിടെ പോകുമ്പോഴത്തേന് എന്നോട് പറയും, മറ്റത് തയ്യാറാക്കിയെന്നറിയാൻ വന്നതായിരിക്കും അല്ലേ? ഇല്ല, തീർന്നിട്ടില്ല. ഒരു പ്രത്യേക ടോണാണല്ലോ മാഷിൻ്റെ സംസാരം. അത് തീർന്നിട്ടില്ല, ഞാൻ എഴുതുന്നതേ ഉള്ളൂ എന്ന് പറയും. കഴിഞ്ഞ ഒരു ദിവസം എന്നോട് പറഞ്ഞു, മധു വിളിച്ച് പറഞ്ഞു, ഇതാ മാഷ അന്വേഷിക്കുന്നു, എഴുതി തീർന്നിട്ടുണ്ട്, വരാൻ പറഞ്ഞു. അപ്പം ഞാനവിടെ ചെന്നു. ഇത് വാങ്ങിക്കൊണ്ട് വന്നപ്പം ഈ സംഭവം ശരിക്കും മനോരമയുടെയൊക്കെ ഇൻ്റർവ്യൂ അറിയാമല്ലോ, ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് വളരെ ഡ്രൈ ആയിട്ടുള്ള മറുപടികളാണ് മുഴുവൻ. ഇത് ഈ പരുവത്തിൽ അതിനകത്ത് ചില രസമുള്ള ചില സാധനങ്ങൾ ഒഴിച്ചാൽ ബാക്കിയല്ല, കുറേ സാധനം ഒരുപാടുണ്ട്. ഇത് അതേപടി പൂർണ്ണമായിട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. കൊടുക്കാതെ മാഷിനോട് നമുക്കത് പറയാനും പറ്റുകയില്ല. അപ്പം ഞാനിത് വായിച്ചപ്പോൾ അതിനകത്ത് കുറേ നല്ല നല്ല സാധനങ്ങളുണ്ട്. ഞാൻ അതെല്ലാം അങ്ങ് എടുത്തിട്ട് ഞാൻ മാഷിനോട് പറഞ്ഞു, എനിക്ക് ചില സംശയങ്ങളുണ്ട്, മാഷ് തന്നത് അതേപടി നമുക്ക് കൊടുക്കാം, പക്ഷെ എനിക്ക് ചില സംശയങ്ങളുണ്ട്, അതൊന്നും ഞാൻ ചോദിക്കുന്നതിന് വിരോധമുണ്ടോ? അത് കുഴപ്പമില്ല, റഞ്ജി ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഞാൻ പറയുന്നത് കൊടുക്കാവുള്ളൂ. അപ്പം ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ മറുപടികളെ ബേസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചു, അത് എഴുതിയെടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സാധനം ഞാൻ സംസാരിച്ചതും കൂടെ ചേർത്ത് മാറ്റി എഴുതി നമ്മുടെ മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൻ്റെ കവറായിട്ട് നമ്മൾ എഴുതി വെച്ചു. ഇനി അടുത്ത സംഭവം പടം എടുക്കുകയാണ്. പടം എടുക്കുന്നത് ഞാൻ മനോരമയിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിനോട് പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർ എന്ന് ഞാൻ കണക്കാക്കുന്നത് ബി ജയചന്ദ്രനെയാണ്. അപ്പോൾ ജയചന്ദ്രന് ഞാൻ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഒന്നിച്ച് ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ ജയചന്ദ്രൻ പടം എടുത്തിട്ടുണ്ട്. ഒരിക്കൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന്, രാഹുൽ ഗാന്ധി കൊച്ചു പയ്യനാണ്, രാഹുൽ ഗാന്ധി ഇതുവഴി ശ്രീലങ്കയ്ക്ക് പോകുന്ന സമയത്ത് ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നു. അപ്പം ഞാനും ജയചന്ദ്രനും കൂടെ അവിടെ ചെന്നു. ഇവിടെ പ്രിയങ്ക ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവർ പടം എടുക്കരുതെന്ന് പറഞ്ഞ് വിലക്കുന്നു. ജയചന്ദ്രൻ പറഞ്ഞു, ഞാൻ പടം എടുക്കുന്നില്ല. ജയചന്ദ്രൻ്റെ തോളയിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ക്യാമറ ഇങ്ങനെ വെറുതെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഞാനൊരു പടം എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ജയചന്ദ്രൻ അവിടെ കൂളായിട്ട് നിൽക്കുക. പക്ഷെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കടന്നു പോകുന്നിടത്തൊക്കെ പോയി നിൽപ്പുണ്ട് വെറുതെ, പുള്ളി ക്ലിക്ക് ചെയ്യുന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ചു വന്ന് ഓഫീസിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഒന്നും കിട്ടിയില്ലല്ലോ, എന്താ ചെയ്തു? ആരാ പറഞ്ഞ് കിട്ടിയില്ലെന്ന്? ഞാനിതിനിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, നോക്കുന്നൊന്നുമില്ല. പുള്ളി നല്ല ഒന്നാന്തരം പടം നമ്മുടെ പത്രത്തിൽ അടിച്ചു വന്നു.
അപ്പോൾ ആ വി ജയേന്ദ്രനെയാണ് നമ്മൾ ദേവരായ മാഷിൻ്റെ കളർ ഫോട്ടോ എടുക്കണം, കവറാണല്ലോ. അപ്പോൾ അദ്ദേഹം വന്നു, ഞാൻ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, മാഷെ പടം എടുക്കണം. ഇവിടെ ഇരുന്നുള്ള പടം മതി. ഞാൻ പോസ് ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല, ഞാൻ സിനിമാ നടിയൊന്നുമല്ല, ഉണ്ണിമേരിയൊന്നുമല്ല, ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ അങ്ങനെയൊന്നും വേണ്ടെന്ന്. അപ്പോഴത്തേന് ദേവരായ മാഷല്ലേ ജയചന്ദ്രൻ അവിടെ ഇരുത്തി 3-4 പടങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ടൊന്ന് മാറി വേറെ സ്ഥലത്തോട്ട് ഇരിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം മാഷ അവിടെ ഇരുന്നു. പിന്നെ ഇവർ തമ്മിലും ഭയങ്കര സ്നേഹമായി. കുറേ കഴിഞ്ഞപ്പോഴത്തേനെ പറഞ്ഞു ടെറസിലോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഉടനെ ടെറസിലോട്ട് പോയി. അപ്പോഴത്തേന് ജയേന്ദ്രൻ ഇവിടുന്ന് ഒരു കുട കൊണ്ടുവന്നു, കുട ചൂടിച്ചിട്ട് പടം എടുത്തു. പിന്നെ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിൽ ഒരു മരം ഉണ്ട്, അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ മാഷ അവിടെ വന്നു. അവസാനം നമുക്ക് എന്തൊക്കെ വേണോ അതിനെല്ലാം പുള്ളി പോസ് ചെയ്ത് തന്നു. ഞങ്ങൾ മനോഹരമായിട്ട് ഇൻ്റർവ്യൂ അടിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇൻ്റർവ്യൂ. അതിനുശേഷം ആർക്കും ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. അങ്ങനെ ദേവരായ മാഷ് എന്ന് പറഞ്ഞ മഹാനായ ഒരു സംഗീതജ്ഞനുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം പിടിച്ചു പറ്റാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് കരുതുന്നു. സിനിമയിലെ ബന്ധങ്ങളെല്ലാം അങ്ങനെ കുറേയേറെ ബന്ധങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി, അദ്ദേഹത്തുമായിട്ട് എനിക്കൊരു 30 വർഷത്തിലേറെ അടുപ്പമുണ്ട്. അദ്ദേഹം സൂപ്പർ താരമായ സമയത്തും ഒക്കെ മനോരമയിൽ ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ കൊടുത്ത അന്ന് മുതൽ അദ്ദേഹത്തോട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും കുടുംബത്തിലെ ഓരോ അനിയന്മാർ 3 അനിയന്മാരുണ്ട്, 3 അനിയന്മാരുമായിട്ടും അദ്ദേഹത്തിൻ്റെ അമ്മ അച്ഛൻ ഇവരുമായിട്ടെല്ലാം പേഴ്സണലായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഒരു ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അദ്ദേഹം. ആ ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയം അത് പല പാർട്ടികളൊക്കെ അന്ന് ആദ്യകാലത്ത് കോൺഗ്രസിനോട് അനുഭവമായിരുന്നു, പിന്നെ BJP അതൊക്കെ ഒരിടത്ത് നിൽക്കും. പക്ഷേ പേഴ്സണൽ ബന്ധം അതൊന്നും ബാധിച്ചിട്ടില്ല. അതുപോലെ സിനിമാ രംഗത്ത് ഒരുപാട് അടുപ്പമുള്ള വേറെ ആളുകളുണ്ട്. നമ്മുടെ പ്രിയദർശൻ്റെ ഒരു വലിയ ഷോ ഞങ്ങൾ മനോരമയുടെ നേതൃത്വത്തിൽ ദുബായ് നടത്തിയിട്ടുണ്ട്. പ്രിയങ്കരൻ എന്ന് പറയും. കാലത്തൊക്കെ ഒരുപാട് പ്രിയദർശനമായിട്ട് അടുപ്പമുണ്ട്. വ്യക്തിപരമായിട്ട് ഇപ്പം മല്ലിക സുകുമാരൻ ഫാമിലി, ഋതുരാജ്, ആ ഫാമിലിയായിട്ട് വളരെ നല്ല അടുപ്പമാണ്. ഷാജി ഏലാസ് ആനി, രഞ്ജിത്ത് ചിപ്പി, നമ്മുടെ സുരേഷ് കുമാർ മേനക, അങ്ങനെ നമുക്ക് അടുപ്പമുള്ള ഒരുപാട് വ്യക്തികൾ മലയാള സിനിമാ രംഗത്തുണ്ട്. ഇപ്പോഴും അവരുമായിട്ടൊക്കെയുള്ള സൗഹൃദം തുടരുന്നു. നമ്മുടെ മരിച്ചുപോയ നെടുമുടി വേണുചേട്ടൻ, അവരൊക്കെ ആയിട്ട് വളരെ അടുപ്പമുണ്ട്. ഒരുപാട് നമ്മളെല്ലാവരുടെയും പേര് പറയാൻ പറ്റില്ല, എന്നാലും ആ വ്യക്തിപരമായ ബന്ധം ഇപ്പോഴും തുടരുകയാണ്. അത് സത്യം പറഞ്ഞാൽ ഈ സിനിമ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. നമ്മൾ എല്ലാ കാലഘട്ടത്തിലും അതൊരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ അവരുടെ ചില കാര്യങ്ങൾ നമ്മളൊരു അന്തസ്സ് പാലിക്കുക എന്നുള്ളത്. അത് പാലിച്ചാൽ നമുക്ക് തിരിച്ചും അവർ റെസ്പെക്റ്റ് തരും, സ്നേഹവും തരും. അത് പല പത്രക്കാർക്കും ഇപ്പം സാധിക്കുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് ചാനലുകാർക്ക് ഒട്ടും സാധിക്കുന്നില്ല. അവർ ഈ സെൻസേഷണൽ കാര്യങ്ങൾക്ക് പുറകെ പോകുന്നതുകൊണ്ട് അവരുടെ കുഴപ്പമല്ല, അവർക്ക് മുകളിൽ നിന്ന് പ്രഷറുണ്ട്, റേറ്റിംഗ് കൂടണം, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പ്രഷർ വരുമ്പോൾ അവർ ചെയ്തു പോകുന്നതായിരിക്കും. നമുക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. നമ്മുടെ എഡിറ്റർമാർ അങ്ങനെ ഇന്ന സാധനം കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ മലയാള മനോരമ പത്രം ഇന്ന സാധനം കൊടുത്താലേ ആളുകൾ വായിക്കുള്ളൂ എന്നുള്ള ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പം ചിലപ്പം പ്രശ്നം ഉണ്ടാകാം, എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വിരമിച്ച ശേഷം എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. കാരണം ഇപ്പം പത്രങ്ങളുടെയൊക്കെ സർക്കുലേഷൻ താഴോട്ട് പോകുന്നതുകൊണ്ട് പ്രഷർ കൂടുമായിരിക്കും. പക്ഷെ അന്ന് അങ്ങനെ ഇല്ലായിരുന്നുകൊണ്ട് വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഇപ്പോഴും അത് തുടരുന്നു. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴാണ് നമ്മൾ വേറൊരു മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ തമിഴിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹാനായ നടന്മാരിൽ ഒരാളായിട്ടുള്ള ശിവാജി ഗണേശൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ തിരുവനന്തപുരത്ത് അദ്ദേഹം അഭിനയിക്കാനായിട്ട് വന്നപ്പം ഇതുപോലെ തന്നെ ഞാനും ജയേന്ദ്രനും കൂടിയാണ് അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. പ്രേംനസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഇതുപോലെ ഒരു വിനയമുള്ള ഒരു നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് പൂജപ്പുര ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ഹോട്ടലിലൊന്നും താമസിക്കുകയില്ല. അതുകൊണ്ട് കൂടെ കുക്ക്, അങ്ങനെ വലിയൊരു പടയായിട്ട് അദ്ദേഹം സഞ്ചരിക്കുന്നത്. പുള്ളിക്ക് പ്രത്യേക ഭക്ഷണം തയ്യാറാക്കണം, അങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട്. അപ്പം പൂജപ്പുര ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ ഗസ്റ്റ് ഹൗസിലാകുമ്പം കുക്ക് വന്ന് സ്വന്തമായ പുള്ളിയുടെ ഭക്ഷണം എല്ലാം പ്രത്യേകം റെഡിയാക്കും. പുള്ളിയുടെ ഭാര്യയുണ്ട്, ഒരു വലിയ സംഘം ഒപ്പമുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനും ജയേന്ദ്രനും കൂടെ അവിടെ ചെല്ലുമ്പം അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് പറഞ്ഞു ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അല്ലല്ല, ഒന്നും കഴിക്കാതെ ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോഴത്തേന് ഇദ്ദേഹത്തിൻ്റെ കുക്ക് ഒരു കോഫി കൊണ്ടുവന്നു. കോഫി കട്ടൻ കാപ്പിയാണ്, പാല് വേറെ, പഞ്ചസാര വേറെ. അപ്പം ഇദ്ദേഹം ഇത്രയും മഹാനായ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. എന്നാൽ ഞങ്ങൾ ഇത് എടുക്കാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞു എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ എൻ്റെ അതിഥികളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഈ കാപ്പി
2 കപ്പുകളിലാക്കി നിറച്ചു, പാലൊഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഈ മനുഷ്യൻ സ്വന്തം കൈ കൊണ്ട് കാപ്പി കൂട്ടി എനിക്കും ജയന്തനും തന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇനി മ്യൂസിയത്തിൽ വരണം, മ്യൂസിയത്തിലാണ് ഷൂട്ടിങ്. ഞങ്ങൾ മ്യൂസിയത്തിൽ ചെന്നു ഞങ്ങളിങ്ങനെ ദൂരെ നിൽക്കുക. നാഗേഷും ഉണ്ടെന്ന് അഭിനയിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പം ദൂരെ നിൽക്കുക ഞങ്ങൾ. അപ്പോൾ അദ്ദേഹം കൈ പൊക്കി ഞങ്ങളെ വിളിച്ചു. പിന്നീട് പറഞ്ഞു, ഞാൻ മദ്രാസിൽ പോകുമ്പം നിങ്ങൾ 2 പേരും കൂടെ മദ്രാസിൽ വരണം, നമുക്കവിടെ എൻ്റെ വീട്ടിലൊന്ന് വരണം, നമുക്ക് ഒന്നുമല്ല വെറുതെ ഒന്ന് കണ്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു നിറകുടമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഇതുപോലെ തന്നെ വളരെ മനോഹരമായ മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൻ്റെ കവർ സ്റ്റോറി ആയിട്ട് വന്നു. അപ്പോൾ ഈ പ്രേംനസീറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശിവാജി ഗണേശനെ വിട്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശിവാജി ഗണേശനെ കുറിച്ച് പറഞ്ഞത്. സിനിമാ രംഗത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ സിനിമാ രംഗത്ത് വേറൊരു ഗുണം എനിക്കുണ്ടായത്, നമ്മുടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഒരു ഘട്ടത്തിൽ ഗണേശൻ മന്ത്രിയായിരിക്കുമ്പോൾ, സിനിമയുടെ മന്ത്രിയായിരിക്കുമ്പോൾ അതിൻ്റെ നടത്തിപ്പിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഗണേശൻ ഒരു കാര്യം ചെയ്തു, ഒരു 5 അംഗ കമ്മിറ്റിയെ ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തി. ഷാജി സാർ അധ്യക്ഷനായിട്ട്, ഷാജി എൻ കരുൺ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ് ചുമതലപ്പെടുത്തിയത്. ഈ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഷാജി സാർ ഏതാണ്ട് 1-2 വർഷം ഷാജി സാറിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നടത്തി. അപ്പോഴത്തേന് ഗണേശൻ മാറി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സിനിമയുടെ മന്ത്രിയായി. അപ്പോഴത്തേന് പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ സാറിനെയാണ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി. ആ കമ്മിറ്റിയിലും ഞാനുണ്ടായിരുന്നു. അങ്ങനെ UDF കാലത്തെ 2 കമ്മിറ്റികളാണ് പ്രധാനമായിട്ടും ഫെസ്റ്റിവൽ നടത്തിയത്, ഷാജി എൻ കരുണിൻ്റെ കമ്മിറ്റിയും അടൂർ സാറിൻ്റെ കമ്മിറ്റിയും. അപ്പോൾ ഈ 2 പേരുമായിട്ടും വ്യക്തിപരമായിട്ട് വളരെ നല്ല അടുപ്പമാണ്. അദ്ദേഹം ഷാജി സാറ് കടന്നുപോയി, അടൂർ സാറ് വിശ്രമമാണ്, അദ്ദേഹം ഈയിടെ വീഴുകയൊക്കെ ചെയ്തത്. അപ്പം ആ വ്യക്തിബന്ധമുണ്ട്. ഈ ഫിലിം ഫെസ്റ്റിവൽ നടത്താനായിട്ട് ആക്റ്റീവായിട്ട് ഫെസ്റ്റിവൽ നടത്താനും മീഡിയ കമ്മിറ്റി കൺവീനർ എന്നുള്ള നിലയിൽ മീഡിയ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കാനും മീഡിയ അവാർഡുകൾ നിശ്ചയിക്കാനും ഒക്കെ ആ ഒരു 4-5 വർഷം പൂർണ്ണമായിട്ടും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനൊരു അവസരം അതിലൂടെ കിട്ടി എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. അതുകൂടി പറയാതെ ഈ സിനിമാ റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യം പൂർണ്ണമാകത്തില്ല. തിരുവനന്തപുരത്ത് ഒരു പത്രപ്രവർത്തകനായിട്ടിരിക്കുന്ന ആളിന് രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. രാഷ്ട്രീയ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഞാൻ കൊല്ലം ലേഖകനായിട്ട് മനോരമയുടെ കൊല്ലം ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് നമ്മുടെ RSP എന്ന രാഷ്ട്രീയ പാർട്ടി 2ആയിട്ട് പിളരുന്നത്. എന്നാൽ RSP പിളരും എന്നൊന്നും ആരും പ്രതീക്ഷിക്കാത്തൊരു കാലഘട്ടത്തിൽ അതിനകത്ത് RS ഉണ്ണിച്ചേട്ടനുണ്ട്. RS ഉണ്ണിച്ചേട്ടനാണ് തുടങ്ങി വെച്ച ചില പ്രശ്നങ്ങളാണ് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവുകയും അത് 2ആയിട്ട് പിളരുകയും ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ ഈ പാർട്ടിക്കകത്തെ പല രഹസ്യമായിട്ട് കൊടുത്ത പല രേഖകളും പല റിപ്പോർട്ടുകളും അകത്തെ ചർച്ചകളും വളരെ എക്സ്ക്ലൂസീവായിട്ട് മനോരമയെ റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചു. പിന്നീട് നമ്മൾ പ്രവചിച്ച പോലെ തന്നെ ഈ പാർട്ടി 2ആകുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് രാഷ്ട്രീയമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നു. തിരുവനന്തപുരത്ത് 2 പീരീഡ്, ആദ്യം കുറേ കാലം തിരുവനന്തപുരത്ത് ജോലി ചെയ്തിട്ടാണ് കൊല്ലത്തിന് പോകുന്നത്. പിന്നെ കൊല്ലത്ത് വീണ് തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്നു. തിരികെ വന്ന ശേഷം കൂടുതൽ ഈ രാഷ്ട്രീയ ലേഖകന്മാർ വേറെ ഉണ്ട്. ഞാൻ കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നത് ക്യാബിനറ്റ്, സെക്രട്ടേറിയറ്റ് കാര്യങ്ങൾ, വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി, PSC അങ്ങനെയുള്ള കാര്യങ്ങളാണ്, സിനിമ, ഇതൊക്കെയാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മലയാള മനോരമയിൽ ഒരു പ്രത്യേകതയുള്ളത് ബീറ്റുകൾ എന്ന് പറയുന്ന വിഷയം തിരിച്ചു കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നത്. സെക്രട്ടേറിയറ്റ് മാത്രമല്ല, രാജ്ഭവനും ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്താണ് ഈ ഗവൺമെൻറ്റും ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഏറ്റവും ശക്തമായ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഒരുപാട് വാർത്തകൾ, ഈ സംഘർഷത്തിൻ്റെ വാർത്തകൾ പലതും റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവസരം ലഭിച്ചു. പിന്നെ പ്രധാന എക്സ്ക്ലൂസീവ് വാർത്തകളെക്കുറിച്ച് പറയുമ്പോൾ 1000-ഓളം എക്സ്ക്ലൂസീവ് വാർത്തകളെങ്കിലും പല ഘട്ടങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധേയമായിട്ട് എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ ഈ SNC ലാവ്ലിൻ എന്ന സംഭവമാണ്. SNC ലാവ്ലിൻ വിഷയം പിൽക്കാലത്ത് ഒരുപാട് വിവാദമായി. ഇപ്പം ഞാൻ കഴിഞ്ഞ കുറേ കാലം ഒരു 10-15 കൊല്ലമായിട്ട് അതിനെക്കുറിച്ച് ഒന്നും പറയാറില്ല, എഴുതാറുമില്ല. പക്ഷേ ലാവ്ലിൻ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ കൊടുത്തത് ഞാനാണ്. SNC ലാവ്ലിൻ്റെ ഞാൻ ആ വാർത്ത പത്രത്തിൽ മനോരമ കൊടുക്കും. ഇത് നിയമസഭയിൽ അവതരിപ്പിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് അവതരിപ്പിക്കുക. അന്ന് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആദ്യകാലത്ത് പിണറായി ആയിരുന്നു, പിന്നീട് S ശർമ്മയായി. അപ്പോൾ ലാവ്ലിൻ വിഷയം ഒരു ലേഖകൻ എന്നുള്ള നിലയിൽ വിപുലമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ റിപ്പോർട്ട് ചെയ്തതിലൊരു പ്രധാന സംഭവം 117 ആളുകളെ തൂക്കിലേറ്റിയ ജനാർദ്ദന പിള്ള എന്നൊരു ആരാച്ചാരുണ്ട്, നാഗർകോവിലിൽ അന്ന് ജീവിച്ചിരുന്നു. അപ്പം ജനാർദ്ദന പിള്ളയുടെ അനുഭവങ്ങൾ
ഈ 117 പേരെ തൂക്കിലേറ്റിയ മനുഷ്യന് രാത്രിയിലെ ഉറക്കമില്ല. അപ്പോൾ ഞാനും ജയേന്ദ്രനും കൂടിയാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക, ഒരു രീതിയിലും സമാധാനം കൊടുക്കില്ല, മകൻ നോക്കത്തുമില്ല. രാത്രി ഉറങ്ങാൻ കടന്നു കഴിഞ്ഞാൽ ആരോ നെഞ്ചിൽ ഇങ്ങനെ മുട്ടുകൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് ശ്വാസം മുട്ടിക്കുന്ന പോലെ പുള്ളി സ്വപ്നം കൊണ്ടുണരും. അപ്പോൾ ഉറക്കമില്ലാത്ത ഒരു ആരാച്ചാരുടെ കഥ, 117 പേരെ തൂക്കിലേറ്റിയ ഈ ജനാർദ്ദനൻ പിള്ള എന്ന അവസാനത്തെ ആരാച്ചാരുടെ ഒരു കഥ നമ്മൾ മനോരമയുടെ 1-ാം പേജിൽ കൊടുത്തു. ഇതിനെ ബേസ് ചെയ്താണ് അടൂർ ബാലകൃഷ്ണൻ പിൽക്കാലത്ത് നിഴൽക്കുത്ത് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. അദ്ദേഹം അതിനകത്ത് ക്രെഡിറ്റും തന്നിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷമാണ് ഈ ജോഷിയുടെ ഒരു സിനിമയ്ക്കകത്ത് ഇതുപോലെ ആരാച്ചാർ വരുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച ധ്രുവം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ആരാച്ചാരെ വന്നു പോകുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സംഭവത്തിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഇംഗ്ലീഷ് ചില പുസ്തകങ്ങളിലൊക്കെ ഈ ആരാച്ചാരുടെ കഥ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം പക്ഷേ അടൂർ സാറ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഈ വാർത്തയെ ബേസ് ചെയ്ത് തന്നെയാണ് ഇതാണ് പ്രചോദനം എന്ന് ക്രെഡിറ്റ് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടൂർ സാറിൻ്റെ ഒരു സിനിമയ്ക്ക് ആധാരമായ ഒരു വാർത്ത എഴുതാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഇതുപോലെ ഇഷ്ടം പോലെ വൈദ്യുതി രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റ് ക്യാബിനറ്റ് കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ഒരുപാട് എക്സ്ക്ലൂസീവ് സ്റ്റോറികളും പരമ്പരകളും ധാരാളം പരമ്പരകളും എഴുതാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാം എടുത്തു പറയുന്നില്ല, ഒരു 1000-ഓളം എക്സ്ക്ലൂസീവ് സ്റ്റോറികളെങ്കിലും മനോരമയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതിൽ ഒരു സന്തോഷകരമായ കാര്യമുള്ളൂ, അതിൽ ഒരു 99% വാർത്തകളും ആരും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴുള്ള വരുന്ന വാർത്തകളൊക്കെ പലതും പിറ്റേ ദിവസം തെറ്റാണെന്ന് പറയുന്നു. 99 ഏത് ആളുകളാണേലും എന്ത് വാർത്ത കൊടുത്താലും അത് ഗവൺമെൻറ്റിന് ദോഷമാണെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വിശദീകരണം വരും. പക്ഷെ അത് പിറ്റേ ദിവസം നമ്മൾ കൂടുതൽ ശക്തമായിട്ട് അതിനെ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ രണ്ടാം വാർത്ത കൊടുക്കുമ്പോടെ അതങ്ങ് തീരും. നിഷേധക്കുറിപ്പെന്നൊക്കെ പറഞ്ഞ് വരുമായിരിക്കും, പക്ഷേ പൂർണ്ണമായിട്ട് ഒരു സ്റ്റോറിയും നമുക്ക് കാര്യമായി പൊളിഞ്ഞു പോകാതെ അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. 99% വാർത്തകളിലും സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ്. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, സമയത്ത് ചെയ്തില്ല എന്ന് തോന്നി നിരാശ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുരേഷ് ഗോപിയായിട്ട് എനിക്കൊരു 30 വർഷത്തെ അടുപ്പമുണ്ട്. നമ്മുടെ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പം അന്ന് മുതലേ അദ്ദേഹം ഇന്ത്യയിലുള്ള വിവിധ വ്യക്തികളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചിരുന്നു. അങ്ങനെ സുരേഷ് ഗോപിയായിട്ട് അക്കാലം മുതലേ അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു മെയിൽ സുരേഷ് ഗോപിക്ക് വരുന്നു, വന്നിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ എല്ലാ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രമുഖ വ്യക്തികളുമായിട്ട് അന്ന് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയാകാനുള്ള ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്തിരുന്നു. അങ്ങനെയാണ് സുരേഷ് ഗോപിയായിട്ട് അദ്ദേഹം ഒരു ബന്ധം ഉണ്ടാക്കുന്നത്. പിന്നീട് സുരേഷ് ഗോപിയോട് പറഞ്ഞു, എന്നെ വന്ന് ഗുജറാത്തിൽ വന്ന് കാണാൻ പറഞ്ഞു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഗുജറാത്തിൽ പോയി സുരേഷ് ഗോപി കാണുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സുരേഷ് ഗോപി എന്നോട് പറയുന്നു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, രഞ്ജി എൻ്റെ കൂടെ വാ, നമുക്ക് നരേന്ദ്രമോദിയെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാം, നമുക്ക് വേറെ പത്രത്തിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞു, ചോദിക്കട്ടെ, ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ അല്ലേ, അത് പത്രത്തിൽ മനോരമ കൊടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചോദിച്ചിട്ട് വരാം, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് വെറുതെ പോരുന്നത് ശരിയല്ലല്ലോ, ഇൻ്റർവ്യൂ കൊടുത്തില്ല മോശമല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ഒക്കെ ആർക്ക് ഇവിടെ വേണം, അതൊക്കെ ആര് വായിക്കാനാണ് എന്നൊരു പ്രതികരണമാണ് അവിടെ നിന്നുണ്ടായത്. ആരാണ് പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പം അപ്പോഴും സുരേഷ് ഗോപി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇൻ്റർവ്യൂ കൊടുക്കണ്ട, വന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് പോകാം, അടുത്തവണ ഞാൻ പോകുമ്പോൾ ഒന്നിച്ച് പോകാമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു. പക്ഷേ ഞാൻ ഒരാവശ്യമില്ലാതെ ഒരു കാര്യത്തിന് നമ്മൾ ഇന്ന് വരെ പോയിട്ടില്ല. ഒരു കാര്യത്തിലും നമ്മൾ അനാവശ്യമായ ഒരു കാര്യത്തിന്, നമ്മുടെ ഒരു വ്യക്തിപരമായ കാര്യത്തിന് പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ പോകുന്ന ഒരു രീതി എനിക്കില്ല. അത് എൻ്റെ കാര്യം പുകഴ്ത്തി പറയുന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞു, അത് ശരിക്കും ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ, ഇത് ഇൻ്റർവ്യൂ വേണ്ട, നമ്മുടെ പത്രത്തിന് ഇൻ്റർവ്യൂ വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനവിടെ വന്ന് എൻ്റെ വ്യക്തിപരമായ ഒരു ഇതിനു വേണ്ടി വരുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അന്ന് മോദിയെ കാണാൻ പോകാൻ സാധിച്ചില്ല. സത്യം പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ അന്ന് മുതലേ ഈ നരേന്ദ്രമോദിയായിട്ട് വലിയൊരു ബന്ധം ഉണ്ടാകുമായിരുന്നു. ഇപ്പം പലരോടും പറയുമ്പോൾ എന്തൊരു മണ്ടത്തര രഞ്ജി കാണിച്ചെന്ന് പോകണ്ടായിരുന്നോ എന്ന് പറയും. പക്ഷെ അന്നത്തെ നരേന്ദ്രമോദി സത്യം പറഞ്ഞാൽ നാളെ പ്രധാനമന്ത്രിയാകുന്ന ആരും കരുതിയിരുന്നില്ല. സുരേഷ് ഗോപിയെ പോലെയുള്ളവർ അന്നും പറഞ്ഞിരുന്നു കേട്ടോ, ഇദ്ദേഹമാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് സുരേഷ് ഗോപിയെ പോലെയുള്ളവർ എന്നോട് പറഞ്ഞിരുന്നു.
അത് നമുക്കൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അദ്ദേഹം ശരിക്കും ഇങ്ങനെ ഇദ്ദേഹം അടുത്ത പ്രധാനമന്ത്രിയാവുന്ന ഒരു സൂചന. അന്ന് സുഷമാ സ്വരാജും അഡ്വാനിയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ മറ്റു പലരും ഇദ്ദേഹത്തെ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് ആരും പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അന്ന് എനിക്കിപ്പോൾ ഒരു നിരാശ ഉള്ളത് അന്ന് അദ്ദേഹം വിളിച്ചപ്പോൾ പോകേണ്ടതായിരുന്നു, ഇൻ്റർവ്യൂ എടുക്കേണ്ടതായിരുന്നു, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുകയെങ്കിലും ചെയ്യാമായിരുന്നു എന്നിപ്പോൾ തോന്നാറുണ്ട്. അപ്പം പത്രപ്രവർത്തനത്തിൽ നമുക്ക് ചെയ്യാതെ വിട്ടുപോയ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മാത്രമാണ്. അവാർഡുകൾ എനിക്ക് കിട്ടിയ പ്രധാന അവാർഡുകൾ ഈ പ്രസ് അക്കാഡമിയുടെ കരുണാകരൻ നമ്പ്യാർ അവാർഡ്, സ്വദേശാഭിമാനി അവാർഡ്, അങ്ങനെ കുറേ അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ നാടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോട്ടയംകാരനാണ് ഞാൻ. കോട്ടയത്തിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ ദൂരെ പൂതിരിക്കൽ എന്ന ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. അവിടെ പുത്തമ്പുരയിൽ എന്ന കുടുംബത്തിൽ PK മാത്യുവിൻ്റെയും മോളി മാത്യുവിൻ്റെയും മകനാണ്. മൂത്ത മകനായിട്ടാണ് ജനനം. 2 സഹോദരങ്ങളുണ്ട്. മേബിളിപ്പം കോട്ടയത്തുണ്ട്. ഇളയാൾ അരുൺ, അവനിപ്പോൾ അമേരിക്കയിലാണ്. ഇനി എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഭാര്യ സോണി, പുള്ളിക്കാരി ഇവിടെ കുണ്ട്ര MGD സ്കൂളിലെ അധ്യാപികയായിരുന്നു, ഇപ്പം വിരമിച്ചു. 2 മക്കളാണുള്ളത്. മൂത്തയാൾ അലൻ മാത്യു, ഒരു സിംഗപ്പൂർ കമ്പനിയിലെ ഫിനാൻസ് മാനേജറാണ്. മോള് അലീന സിവിൽ എഞ്ചിനീയറാണ്. കർണാടക ബാങ്കിലെ ഗോവ ബ്രാഞ്ചിലെ ഓഫീസറായ ഏഞ്ചലാണ് എൻ്റെ മകൻ്റെ ഭാര്യ. കോട്ടയംകാരനായ ഞാൻ ജോലിയുടെ ആവശ്യത്തിനാണ് തിരുവനന്തപുരത്ത് വന്നത്. ഇപ്പം തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ സ്ഥലവും ഒക്കെ വാങ്ങി വീട് വെച്ച് സ്വസ്ഥമായിട്ട് കഴിയുന്നു. കുടുംബത്തോടൊപ്പം വിശ്രമ ജീവിതം നയിക്കുകയാണ്.